കാഞ്ഞൂരമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോലം വഴിപാടിനോടനുബന്ധിച്ച് നടക്കുന്ന പൂജയിലും പ്രസാദ വിതരണങ്ങളിലും ഭാഗമാകുന്ന എല്ലാ സജ്ജനങ്ങളെയും അമ്മ മഹാമായ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് ഈ കോലം വഴിപാട്? എന്താണ് ഇതിന്റെ ഐതിഹ്യം? നമ്മൾ സനാതന ധർമ്മത്തില് ഒത്തിരി അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം പുലർത്തി പോരുന്നവരാണ്. പരമ്പരാഗതമായി നടന്നു വരുന്ന ഈ കോലം വഴിപാടും അതിനോട് അനുബന്ധിച്ചുള്ള പൂജകളും കാര്യങ്ങളും അതിനെപ്പറ്റി ഇന്ന് നമ്മൾക്കുള്ളിൽ ഒരു അറിവ് വളരെ കുറവാണ്. എല്ലാം നമ്മൾ നടത്തുന്നു, പക്ഷെ എന്താണ് അതിന്റെ പിന്നുള്ള തത്വബോധം ഇതാരും അറിയുന്നുമില്ല, അറിയാൻ ശ്രമിക്കുന്നുമില്ല, പകരണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ഈ കോലം വഴിപാടിന്റെ ഒരു ഐതിഹ്യം ഈ കലികാലത്തില് ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ക്ഷതം സംഭവിച്ചിരിക്കുന്നു എന്ന് ഭാഗവത മഹാത്മ്യം നമുക്ക് പറഞ്ഞു വരുന്നു. ഈ കലികാലത്തില് ഭക്തിയുണ്ട്, എന്നാൽ അതിനോട് അനുബന്ധിച്ചുള്ള അറിവുകൾ നമ്മളിൽ വളരെ കുറവായി കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഇത്രയും അനാദികാലം മുതൽ നടന്നു വരുന്ന ഈ വഴിപാട് കർമ്മം എന്താണ് ഇതിന്റെ പിന്നിലുള്ള തത്വബോധം? ഇത് നമുക്കെല്ലാം അറിയേണ്ടത് ഒരു അത്യാവശ്യമായ കാര്യമാണ്. സജ്ജനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ കോല വഴിപാട് അതിന്റെ മഹാത്മ്യം അസുര ചക്രവർത്തിയായ ദാരുകനെ ശിവപുത്രിയായ ഭദ്രകാളി നിഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പടയണിയുടെ ഐതിഹ്യ കഥ പറയുന്നത്. അസുര ചക്രവർത്തിയായ ദാരുകനെ അടക്കി നിർത്താൻ കഴിയാത്ത ദേവന്മാർ മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം ശിവഭഗവാനെ അഭയം പ്രാപിച്ചു. ദാരുക നിഗ്രഹത്തിനായി ഭദ്രകാളിയെ നിയോഗിക്കാൻ ശിവപെരുമാൾ തീരുമാനിക്കുന്നു. ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്ത മൃത്യുഞ്ജയ മന്ത്രമായിരുന്നു അസുര രാജാവിന്റെ അജയ്യതയ്ക്ക് കാരണമായി. ഇത് ദാരുക പത്നി യുദ്ധസമയങ്ങളിൽ ഉരുക്കഴിച്ചുകൊണ്ടേയിരിക്കുന്നതിനാലാണ് ദാരുകനെ വധിക്കുവാൻ ആർക്കും സാധിക്കാത്തത്. ദാരുകനുമായി യുദ്ധത്തിലേർപ്പെട്ട ഭദ്രകാളിക്ക് ദാരുകനെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചില്ല. മൃത്യുഞ്ജയ മന്ത്രം മറ്റൊരാൾക്ക് ദാരുകന്റെ ഭാര്യ ഉപദേശിച്ചു കൊടുത്താൽ അതിന്റെ ശക്തി നശിക്കുമെന്ന് ബ്രഹ്മാവ് അസുര രാജാവിനോട് പറഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കിയ ശിവഭക്തി ശ്രീ പാർവതി ബ്രാഹ്മണ സ്ത്രീയുടെ വേഷത്തിലെത്തി പരിചാരിക ചമഞ്ഞ് മൃത്യുഞ്ജയ മന്ത്രം ദാരുക ഭക്തിയിൽ നിന്നും സായത്തമാക്കി. ഇതോടെ ദാരുകനെ തോൽപ്പിക്കുവാൻ ഭദ്രകാളിക്ക് സാധിച്ചു. പാതാളത്തിൽ അഭയം തേടിയ ദാരുകന്റെ തലയറുത്ത് രക്താഭിഷിക്തയായ കാളിക്ക് കോപം അടങ്ങിയില്ല. അത് ഉണ്ടാക്കാമായിരുന്ന ഭവിഷ്യത്തുക്കൾ മനസ്സിലാക്കിയ ശിവഭഗവാൻ അവർക്ക് വഴിയിൽ കിടന്ന് മാർഗ തടസ്സം സൃഷ്ടിച്ചു. അതിനും കാളിയെ തടയാനായില്ല. പിന്നീട് ശ്രീ മുരുകനെ കാളിയെ അടക്കി നിർത്താൻ ശിവൻ നിയോഗിക്കുകയും മുരുകനും അതിന് സാധിക്കാതെ വരുന്നു. ഒടുവിൽ ഒരിടത്തും പഠിക്കാത്തതും അപ്പോൾ തോന്നിയതുമായ ഒരു വിദ്യ പ്രയോഗിക്കുവാൻ ശ്രീ മുരുകൻ തീരുമാനിക്കുകയാണ്. അതനുസരിച്ച് പ്രകൃതിയിൽ നിന്നും പരിസരത്ത് നിന്നും കയ്യെത്തിയെടുത്ത പച്ചിലച്ചാറ്, ചെഞ്ചാറ്, മഞ്ഞൾ, കരിക്കട്ടകൾ, വിവിധ വർണ്ണങ്ങളിലുള്ള ചുണ്ണാമ്പ് കല്ലുകൾ എന്നിവ ചാലിച്ചെടുത്ത് ചായം കൂട്ടുകളാൽ കമുകിൻ പാളകളിൽ വരച്ചുണ്ടാക്കിയ വൈവിധ്യമാർന്ന കോലങ്ങൾ കൊണ്ട് സ്വന്തം ശരീരം മറച്ചു പിടിച്ച് രൗദ്രരൂപിണിയായ കാളിയുടെ മുന്നിൽ തുള്ളുകയുണ്ടായി. കോലം കെട്ടിയുള്ള ഈ തുള്ളൽ നടത്തിയത് ശിവന്റെ ഭൂതഗണങ്ങളായ ഐതികേശൻ, രുരു, കുണ്ടോദരൻ എന്നിവരാണെന്നും ഐതിഹ്യമുണ്ട്. ശ്രീ മുരുകന്റെ മേലും
ശിരസിലെയും കോലങ്ങൾ കണ്ട ഭദ്രകാളി അത്ഭുതം കൂറുകയും ശ്രദ്ധ അതിൽ ഏകാഗ്രമാക്കുകയാണ്. ക്രമേണ കലി അടങ്ങുകയും കോപം ആറിത്തണുകയും ചെയ്തത്രേ. ഇതിനെ അനുസ്മരിച്ചാണ് കോലങ്ങൾ കെട്ടുന്നത് എന്നാണ് ഐതിഹ്യം. ഞാനിത് ഇവിടെ പറയുവാൻ കാരണം എന്റെ സുഹൃത്തായ ശ്രീ ഉല്ലാസ് രാഘവൻ ഇതിന് മുന്നിൽ വർഷങ്ങളിൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. കോലം വഴിപാട് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഐതിഹ്യം? ഇപ്പോൾ നമ്മളെല്ലാം ഈ വഴിപാടുകളെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഒന്നും നമ്മുടെ അടുത്ത തലമുറകളിലോട്ട് ഇത് പകരുവാൻ ശ്രമിക്കുന്നില്ല. കാര്യം നമുക്ക് വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അടുത്ത തലമുറയ്ക്കും ഇതെന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവർക്ക് പകർന്നു കൊടുക്കേണ്ടത് മുതിർന്നവരായ അമ്മമാരും അമ്മൂമ്മമാരും. അവർ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന അറിവുകളാണ് അവരും ഇതിനെ പിന്തുടരാൻ അവർക്ക് സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ സനാതന സംസ്കാരങ്ങൾ, നമ്മുടെ പൂർവ്വ ആചാര്യന്മാർ നമുക്ക് എന്തെല്ലാം പകർന്നു തന്നിട്ടുണ്ടോ അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ നിന്നും ഇതെല്ലാം ആരംഭിക്കേണ്ടതുണ്ട്. എത്രയോ അനാദികാലം മുൻപ് തന്നെ ഇതെല്ലാം ആരംഭിച്ചതുമാണ്. ഇങ്ങനെ ഒരു കോലം വഴിപാട് നടത്തുമ്പോൾ ഇത്രയും പൈസ, എത്ര ചെലവുകളാണ് ഇതിനെല്ലാം ഉള്ളത്. പക്ഷേ ഇതെല്ലാം ചെലവ് ചെയ്ത് നമ്മൾ നടത്തുന്നു. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിൽ തത്വങ്ങൾ? ഇപ്പോൾ ഞാൻ ഒരു സനാതന ധർമ്മ വിശ്വാസിയാണ് എന്ന് പറയുവാൻ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും നമുക്കുള്ളിൽ അതിനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്തായിരിക്കണം? നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായിരിക്കണം? ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു സനാതനിയാണ് എന്ന് പറയുമ്പോൾ അതിന് എനിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്തായിരിക്കണം? മറ്റ് സെമറ്റിക് റിലീജിയൻസിൽ അവർക്ക് അവരുടെ മതപാഠങ്ങളെ പറ്റി നല്ല ബോധം കൊടുത്ത് അവരെ വളർത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ബോധം കൊടുത്താണ് വളർത്തുന്നത്? അവർക്ക് എന്തറിയാം? സന്ധ്യയായാൽ വീട്ടിൽ വിളക്ക് വെക്കണമെന്നോ നാമം ജപിക്കണമെന്നോ ഇങ്ങനെയുള്ള ഒരു ബോധവും നമ്മൾ അവരിലോട്ട് എത്തിക്കുന്നില്ല. മറ്റ് സെമറ്റിക് റിലീജിയനിൽ അവർ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന ക്ലാസ്സിന് പാരലലായി തന്നെ അവരുടെ മതപാഠങ്ങളും അവർ കൂടെ പഠിച്ചുകൊണ്ടേ പോകും. അവർക്ക് അവരുടെ മതപാഠങ്ങളെ പറ്റി നല്ല ബോധമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള ഒന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെയൊക്കെ ഇപ്പോൾ ഇവിടെ ഇത് നടത്തുമ്പോൾ തന്നെ എന്താണ്, എല്ലാവരും വരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട് എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇത് നടത്തുന്നത്. ഇപ്പോൾ ഒരു ഹിന്ദു എന്ന് ഞാൻ പറയണമെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ പറയണമെങ്കിൽ എന്തായാലും നമുക്ക് ഉള്ള ഏറ്റവും കുറഞ്ഞ അറിവ്, നമുക്ക് മറ്റ് സെമറ്റിക് റിലീജിയൻസിൽ അവർക്ക് ഒരു ഗ്രന്ഥവും ഒരു ദൈവവും പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ബഹുദൈവങ്ങളുണ്ട്, നമുക്ക് ഗ്രന്ഥശാലകൾ തന്നെയുണ്ട്. ഇത് എന്തൊക്കെയുണ്ട്? എന്താണ് ഇതിന്റെ പിന്നിലെ തത്വബോധം? നമ്മൾ ആരെങ്കിലും അന്വേഷിക്കാറില്ല. എന്താണ്? നമ്മൾ ബഹുദൈവ വിശ്വാസികളാണ്, എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ അതിന് ഒരു നല്ല ഒരു മറുപടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. എന്താണ്? എന്തുകൊണ്ട് നിങ്ങൾ ബഹുദൈവ ആരാധന ചെയ്യുന്നു എന്ന് നമ്മളോട് ചോദിച്ചാൽ, എന്തുകൊണ്ട് നിങ്ങൾ കല്ലിനെ പൂജിക്കുന്നു, വിഗ്രഹത്തെ പൂജിക്കുന്നു, എന്താണ് ഇതിന്റെ പിന്നിലെ തത്വബോധം എന്ന് നമ്മളോട് ചോദിച്ചാൽ അതിന് നല്ല ഒരു മറുപടി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മളിൽ ഈ മൂല്യച്യുതികൾ വരുന്നതും. നമ്മുടെ വീടുകളിലെ പഴയകാലത്തെ വീട്ടിൽ മുതിർന്ന ആൾക്കാരുള്ളപ്പോൾ, അമ്മമാരും മുതിർന്ന മുത്തശ്ശിമാരൊക്കെ ഉള്ളപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സന്ധ്യയാവുമ്പോൾ വീടുകളിൽ വിളക്ക് വെക്കുന്നതും സന്ധ്യാനാമം ജപിക്കുന്നതും അപൂർവമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കണം നമുക്ക് വേണ്ട കുറഞ്ഞ
അറിവ് എന്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾ ബഹുദൈവ ആരാധന ചെയ്യുന്നു എന്ന് ഒരു ചോദ്യം നമ്മളോടോ നമ്മുടെ കുഞ്ഞുങ്ങളോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് ഒരു ശരിയായ ഉത്തരം കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് നമ്മളിൽ നിന്ന് തന്നെ പലരും മറ്റുള്ള മതങ്ങളിലോട്ടും ഒക്കെ മാറി മാറി പോകുന്നത് നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ കാണാറുണ്ട്. എന്താണ് അതിന്റെ അടിസ്ഥാനം? ഇപ്പോൾ ഒരു മറ്റുള്ള മതങ്ങളെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാം. ഒരു ഹിന്ദുവായാൽ നമുക്ക് നമ്മുടെ ഈ 4 ദിക്കുമാതിരി, കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്ന് പറയുന്ന 4 ദിക്കുമാതിരി നെടും തൂണായിട്ട് നമുക്ക് 4 വേദങ്ങൾ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. എന്താണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങൾ. അപ്പോൾ ഈ വേദങ്ങൾ ഈ ഭാഗവതം പാരായണം ചെയ്യുമ്പോൾ, ഭാഗവതം പഠിക്കുമ്പോൾ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു ആദി നാരായണനായ ആ വിരാട് പുരുഷന്റെ ആദ്യത്തെ സൃഷ്ടി ഉണ്ടാകുന്ന നാഭി പങ്കജങ്ങളിൽ നിന്നും ഒരു ബ്രഹ്മദേവൻ അല്ലെ? ഇപ്പൊ നമ്മൾ പറയും, നമ്മൾ സനാതനത്തിൽ പറയുന്നു, ഞങ്ങൾ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നവനാരോ അതാണ് നമ്മുടെ ഭഗവാൻ. ആ ഭഗവാൻ ആരാണ്? ആ ഭഗവാനെ നമ്മൾ എന്തുപേരിൽ വിളിക്കുന്നു? നമ്മൾ ത്രിമൂർത്തി സങ്കല്പത്തിലാണ് ആ ഭഗവാനെ കാണുന്നത്. ആരാണ് ത്രിമൂർത്തി? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. സത്യത്തിൽ എല്ലാം ഒന്ന് തന്നെയാണ്. ഹരിനാമ കീർത്തനം പറയുന്നുമല്ലോ, ഒന്നായ നിന്നൈക രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽപത. അതായത് ഒന്നേ ഉള്ളൂ, ഒരേ ഒരു പരബ്രഹ്മം. അതിനെ നമ്മൾ 3ആയി, അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. അത് ബ്രഹ്മാവെന്ന് പറയുമ്പോൾ അതേ ആ വിഷ്ണു ഭഗവാന്റെ നമ്മളിലും ഈ പ്രപഞ്ചത്തിലും എല്ലായിടത്തിലും നമുക്ക് 3 ഗുണങ്ങളാണുള്ളത്. ഒന്ന് സാത്വികം, ഒന്ന് രാജസം, ഒന്ന് താമസം. ഈ 3 ഗുണങ്ങളില് ആ വിഷ്ണു ഭഗവാന്റെ രജോ ഗുണത്തിൽ വരുമ്പോൾ അത് ബ്രഹ്മാവായും, വിഷ്ണു ഭഗവാന്റെ രജോ ഗുണത്തിൽ വിഷ്ണു ഭഗവാൻ എപ്പോഴുണ്ടോ സൃഷ്ടി ചെയ്യുന്നുണ്ടോ അപ്പോൾ അത് ബ്രഹ്മാവായും, അതിനുശേഷം സാത്വിക ഭാവത്തിൽ ഇരിക്കുമ്പോൾ വിഷ്ണുവായും. വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപ്യേന ഇത് വിഷ്ണു, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നവർ. അതുകൊണ്ടാണ് നീല നിറം എന്ന് പറയും. നമ്മൾ കടലിലോട്ടൊക്കെ പോയി നോക്കുമ്പോൾ കാണാം നീല കളർ. എന്താ? വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ട് അതിന്റെ കളർ നീലയാണ്. ആകാശത്തോട്ട് നോക്കിയാൽ കാണാം നീല കളറാണ്. അതുകൊണ്ട് എങ്ങും വ്യാപിച്ച് കിടക്കുന്നു. അതുകൊണ്ട് അത് വിഷ്ണുവും. സൃഷ്ടിക്ക് രജോ ഗുണത്തിൽ ആ വിഷ്ണു നിൽക്കുമ്പോൾ ബ്രഹ്മാവും, സാത്വിക ഭാവത്തിൽ നിൽക്കുമ്പോൾ വിഷ്ണുവും, തമോ ഗുണത്തിൽ നിൽക്കുമ്പോൾ അത് രുദ്രനുമാകുന്നു, ശിവനുമാകുന്നു. അതാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര സങ്കല്പം. അപ്പോൾ നമുക്ക് ആ വിഷ്ണു ഭഗവാന്റെ നാഭി പങ്കജങ്ങളിൽ നിന്നും ആദ്യം ഉണ്ടാകുന്ന സൃഷ്ടിയാണ് ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവൻ ആദ്യം സൃഷ്ടിക്കുന്നു സനകാദി ഋഷീശ്വരന്മാർ. ആരാണ് സനകാദി ഋഷീശ്വരന്മാർ? സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരാഖ്യൻ എന്നിങ്ങനെ 4 ഋഷീശ്വരന്മാരെ സൃഷ്ടിക്കുന്നു. ഈ 4 ഋഷീശ്വരന്മാരാണ് 4 വേദങ്ങളെ സൃഷ്ടിക്കുന്നു. ഏത് വേദങ്ങളാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇപ്പോൾ നമ്മുടെ ഹിന്ദുക്കൾ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ സാധിക്കുമോ? ഇങ്ങനെ അവയർനെസ് ഉണ്ടാകണം. നമ്മൾ ഇങ്ങനെയുള്ള ഭക്തിപരമായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്താലേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് അമ്മമാർക്ക് മനസ്സിലാവുമ്പോൾ അത് മക്കളെ കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നാലേ ഇതിനെ അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പകരാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നു? അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ആ സനകാദി ഋഷീശ്വരന്മാർ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. എന്തിനെ? വേദത്തെ. 4 വേദം: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. പക്ഷേ ഈ 4 വേദത്തെയും പിന്നീട് വ്യാസന്റെ ആദ്യത്തെ പേര് കൃഷ്ണ ദ്വൈപായനാണ്. ദ്വീപിൽ ജനിച്ചവനായതുകൊണ്ട് ദ്വൈപായനെന്നും, പരാശര മഹർഷി സത്യവതിക്ക് ജനിച്ചുകൊണ്ട് പരാശരനെന്നും, കറുപ്പ് നിറവുമുള്ള കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കറുപ്പ് കളറാണ്. കൃഷ്ണൻ പേര്, ദ്വൈപായനൻ അച്ഛന്റെ പേര്. അങ്ങനെയാണ് കൃഷ്ണ ദ്വൈപായനൻ എന്ന
വേദത്തെ വ്യസിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന പേര് പോയി. അങ്ങനെ ഈ 4 വേദത്തെ വ്യസിക്കുന്ന വേദവ്യാസൻ ആ 6000 അല്ലെങ്കിൽ 10000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മുൻകൂട്ടി കണ്ടു വരുന്ന കലിയുഗത്തില് ഈ കലിയുഗത്തിലെ മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന വേദവ്യാസൻ ആ വേദത്തെ ഇച്ചിരി കുറച്ചുകൂടി ലളിതമാക്കി അതിനെ ഉപനിഷത്തുക്കളായി വിഭജിച്ചു. അപ്പോൾ നമുക്ക് 4 വേദങ്ങളുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ 108 ഉപനിഷത്തുകളുണ്ട്. അത് കഴിഞ്ഞാൽ അപ്പോഴും മനസ്സിലാകുന്നു ഇനിയും വരുന്ന കാലത്ത് ഈ ഉപനിഷത്തുകളും ഒന്നും നമുക്ക് മനസ്സിലാകുകയില്ല. അങ്ങനെ വേദവ്യാസൻ 18 പുരാണങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ 18 പുരാണങ്ങളായി എന്തൊക്കെ നമുക്ക് 4 വേദങ്ങൾ, 108 ഉപനിഷത്തുകൾ, 18 പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഇതെല്ലാം നമുക്ക് സൃഷ്ടിച്ചു തന്നു വേദവ്യാസൻ. അങ്ങനെ ഒരു ഗ്രന്ഥശാല തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ വീടുകളിൽ ഒരു ഭാഗവതമുണ്ടോ, ഒരു ദേവി ഭാഗവതമുണ്ടോ? നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾ ഒരു വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ സാധിക്കും? ഇന്ന് കുഞ്ഞുങ്ങൾ പഠിക്കാൻ സ്കൂളിൽ പോകുമ്പോൾ രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചിട്ട് പിറ്റേ ദിവസം പരീക്ഷ എഴുതിയിട്ട് വന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ പഠിച്ചത് മുഴുവൻ മറന്നുപോയി. എന്താണ് മറക്കുന്നത്? അവരുടെ നമ്മുടെ സനാതന ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വീണ്ടും ബ്രഹ്മമുഹൂർത്തത്തിൽ എണ്ണീക്കണം കുട്ടികൾ, അല്ലെ? എണ്ണീറ്റാൽ ഉടനെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? കൈ ഒന്ന് തൂത്തിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സദാ ഗൗരി പ്രഭാതേ കരവന്ദനം. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? അവർക്ക് ആ ഊർജം. അത് കഴിഞ്ഞാൽ അവര് അടുത്ത 12 ചൊല്ലിക്കൊടുക്കും. സമുദ്രവസനേ ലക്ഷ്മി പർവ്വതസ്ഥന മണ്ഡലേ ഹരിപ്രിയേ ലക്ഷ്മി പാദസ്പർശം ക്ഷമസ്വമി. ഞാൻ ഈ ഭൂമിയിലോട്ട് ഈ അമ്മയുടെ മാറിലോട്ട് എന്റെ കാല് വെക്കുമ്പോൾ ആ അമ്മ മാതാവിനെ ഞാനൊന്ന് തൊട്ടു വന്ദിക്കണം. അതിനൊക്കെ സയൻസും ശാസ്ത്രങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 വേദങ്ങൾ പറഞ്ഞു തന്നു, 108 ഉപനിഷത്തുകൾ പറഞ്ഞു തന്നു, 18 പുരാണങ്ങള് ഉപപുരാണങ്ങളൊക്കെ നമുക്ക് നിറയെ തന്നില്ലേ? അതേപോലെ അടുത്തതായി ചോദിക്കാം, നമുക്ക് ബഹുദൈവങ്ങളുണ്ട്. നമുക്ക് എത്ര ദൈവങ്ങളുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ആചാരത്തിൽ? സനാതനത്തിൽ എത്രയാ പറയുന്നത്? 33 കോടി ദൈവങ്ങളുണ്ടെന്നല്ലേ പറയുന്നത്? സത്യത്തിൽ 33 കോടിയല്ല. ഇതെല്ലാം തർജിമ ചെയ്ത് വന്നപ്പോൾ വന്ന പെശകുകളാണ്. സംസ്കൃതത്തിൽ കോടിക്ക് ഭാവം എന്നൊരു അർത്ഥമുണ്ട്. 33 ഭാവത്തിലാണ് അതെല്ലാം പറയുന്നത്. ആരൊക്കെയാണ്? 33 ഭാവത്തിലാണ് നമ്മൾ ഈശ്വരനെ കാണുന്നത്. അത് എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ കല്ലിനെ പൂജിക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ അതിന് ഋഷീശ്വരന്മാർ നമുക്ക് ആ ഉത്തരം പറഞ്ഞു തന്നു. ആകാശേ പതിതം തോയം യഥാ ഗച്ഛതി സാഗരേ സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. എന്താ പറഞ്ഞു തന്നത്? ആകാശം നമ്മളോട് മറ്റ് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ശ്ലോകത്തിൽ നമുക്ക് ഇതവരെ ബോധിപ്പിക്കാൻ സാധിക്കും. എങ്ങനെ? ആകാശത്തിൽ നിന്നും പെയ്യുന്ന മഴത്തുള്ളികൾ ഈ ഭൂമിയിൽ വീണാൽ ആ മഴത്തുള്ളി ഓരോ തുള്ളിയായിട്ട് ഈ ഭൂമിയിൽ വീണാൽ ആ ഓരോ തുള്ളികളും ചേർന്ന് ഓരോ ചാലുകളായി, ആ പല ചാലുകൾ ചേർന്ന് ഒരു അരുവിയായി, അത് പിന്നെ ഒരു തോടായി, പിന്നെ ഒരു നദിയായി. ഇതിങ്ങനെ ഒഴുകി 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 അവസാനം എവിടെയാ പോയി ചേരുന്നത്? സമുദ്രത്തിൽ, അല്ലെ? അപ്പോൾ പല നദികളായി, പല തുള്ളിയായി വീഴുന്ന മഴ പല നദികളിലൂടെ അവസാനം എവിടെ പോയി ചേരുന്നു? സമുദ്രത്തിൽ, അല്ലെ? ഈ സമുദ്രത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ഈ വെള്ളത്തിനെ നമ്മൾ ഏത് നദിയുടെ പേര് പറയാൻ സാധിക്കും? എല്ലാം ഒന്നല്ലേ? പലതായി വന്നത് ഒന്നായി. അപ്പോൾ നമ്മൾ സർവ്വവിഘ്നങ്ങളും അകറ്റി തരുന്ന വിഘ്നേശ്വരനായും നമുക്ക് വിദ്യയെല്ലാം പറഞ്ഞു തരുന്ന വിദ്യാദേവതയായും, അല്ലെ? പരമശിവനായും ചന്ദ്രഭഗവാനായും ഭഗവാനായും ഭദ്രകാളി അമ്മയായും എല്ലാം പല വിധത്തിൽ നമ്മൾ നമ്മുടെ ദേവതകളെ ആരാധിക്കുമ്പോൾ അതെല്ലാം അവസാനം ഒരേ പരബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്ന് നമ്മൾ അറിയണം. ഏക ദൈവ വിശ്വാസികൾ ആയവരോട് അവര് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മറുപടിയാണ് ഈ കേട്ടോ. അതേകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, അല്ലെ? ക്ഷേത്രം എന്താണ്? ക്ഷേത്രത്തിന്റെ അർത്ഥം ക്ഷയാദത്രായതേതി ക്ഷേത്ര. ക്ഷയത്തിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം. അപ്പോൾ എന്താണ് ക്ഷയം?
ക്ഷയമെന്ന് പറയാൻ എന്താ? പല രീതിയിൽ നമുക്ക് ക്ഷയം സംഭവിക്കാം. ചിലപ്പോൾ സാമ്പത്തികം കുറവാകുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ അതൊരു ക്ഷയമായിട്ട് കണക്ക് കൂട്ടാം. നമുക്ക് രോഗങ്ങൾ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നമുക്ക് ഒരു ക്ഷയമായിട്ട് കണക്ക് കൂട്ടാം, അല്ലെ? അതുകൊണ്ട് ലൗകികവും ഭൗതികവുമായുള്ള നിരവധി ദുഃഖങ്ങൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകും. ആ ദുഃഖങ്ങളെ എല്ലാം തരണം ചെയ്യാൻ, അതിൽ നിന്നും ഒക്കെ മോചനം നേടാൻ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ദുഃഖങ്ങളെയാണ് നമ്മൾ ക്ഷയമെന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെയുള്ള ക്ഷയത്തിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം, അല്ലെ? അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളെല്ലാം ഇപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ഇപ്പൊ നാളെ ഒരു IAS കാരിയായി നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഈ കുഞ്ഞു. അപ്പോൾ ആദ്യം IAS കാരി ആകണമെങ്കിൽ ആദ്യം കുഞ്ഞിനെ എവിടെ കൊണ്ടാ ചേർക്കുന്നത്? നഴ്സറി ചേർത്ത് ABCD പഠിക്കും. നഴ്സറി കഴിഞ്ഞാൽ 1ാം ക്ലാസ്സിൽ ചേർത്തു, 2ാം ക്ലാസ്, അല്ലെ? ഓരോ ക്ലാസ്സിലും നമ്മൾ ക്വാളിഫൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകും. അങ്ങനെ അവസാനം ആ IASന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ആരായി? IAS കാരൻ, അല്ലെ? എന്ന് പറഞ്ഞ പോലെ ഈ ഭക്തിക്കും അങ്ങനെ ഒരു ഭാവമാണ്. ഈ ഭക്തിയുടെ നഴ്സറി തലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ആ നഴ്സറി ക്ലാസ്സിൽ പോയി അവിടെ നിൽക്കുക, അവിടുന്ന് മേലോട്ട് പോകുന്നു, അല്ലെ? അപ്പൊ ഈ ക്ഷേത്രം എന്താണെന്ന് നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നത് എന്താ? ഗർഭഗൃഹ ശിരോഭോക്തം അന്തരാളം മുഖം തഥാ സുഹാസനം ദളച്ചൈവ ബാഹുച്ചൈവാർത്ഥ മണ്ഡപം മഹാമണ്ഡപം ഗുഷ്യസാൽ പ്രാകാരം ജാനു ജംഗയോഗാൽ ഗോപുരം ദേവപാതാൽ ഇത് ക്ഷേത്രം. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ ആകൃതിയിലാണ് ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആ ക്ഷേത്രം, നമ്മുടെയൊക്കെ ക്ഷേത്രം എവിടെയാണ്? നമ്മുടെ ഇതിനകത്തൊക്കെ ഒത്തിരി സിനിമാ ഗാനങ്ങളൊക്കെ ഉണ്ട്. ഹൃദയം ദേവാലയം, ഹൃദയം ദേവാലയം. അതുകൊണ്ട് പല നമ്മുടെ സിനിമാ ഗാനങ്ങളിലൊക്കെ ഒത്തിരി എഴുതിയിട്ടുണ്ട്. ഈ ഹൃദയം നമ്മുടെ അയ്യപ്പ കാണുന്നത് നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ചു നെറ്റിയിലിട്ട്. ഏത് വെളിച്ചത്തെ എടുക്കട്ടെ? ഈ നെഞ്ചിലെ വെളിച്ചത്തെ. ആ നമ്മുടെ ക്ഷേത്രം എവിടെയാ? നമ്മുടെ ഹൃദയത്തില. നമ്മുടെ ദേവൻ എവിടെയാ? ഹൃദയത്തില. ആ ദേവനെ നമ്മൾ അറിയിക്കുവാൻ അപ്പോഴാണ് ക്ഷേത്രത്തിൽ പോയി ആ ചൈതന്യം നമ്മളിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളിലെ ദേവന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഗർഭഗൃഹ ശിരോപ്രോക്തം എന്ന് പറയൂല. അതായത് ഒരു യോഗാവസ്ഥയിലിരിക്കുന്ന, നമ്മളിപ്പോൾ ഈ വീട് പണിതു, ഈ ബിൽഡിംഗ് പണിതു, കെട്ടിടം പണിയുന്നതിനെ കണ്ടു മുമ്പ് ആദ്യം നമ്മളിൽ എന്താ ഉണ്ടാകുന്നത്? നമ്മളിലെല്ലാം ഈ ബ്രഹ്മാവെന്ന് പറയുന്ന സൃഷ്ടി, ഈ സൃഷ്ടി എവിടെയാ ഉണ്ടാകുന്നത്? നമ്മുടെയൊക്കെ മനസ്സിൽ തന്നെയാണ് ഈ സൃഷ്ടി ഉണ്ടാകുന്നത്, അല്ലെ? അപ്പോൾ ആ സൃഷ്ടി മനസ്സിലുണ്ടായി, എനിക്കൊരാഗ്രഹം ഉണ്ടായി, എനിക്കൊരു വീട് വെക്കണം, അല്ലെ? അപ്പോൾ അതിന്റെ സൃഷ്ടി എവിടെയാ ഉണ്ടായത്? നമ്മുടെ എല്ലാം മനസ്സിൽ. ആ ഉണ്ടാകുന്ന സൃഷ്ടി പ്രകാരം നമ്മൾ അതിനെ ഒരു സ്കെച്ച് ഉണ്ടാക്കി, അല്ലെ? ഒരു പ്ലാൻ വരച്ചു. ആ പ്ലാൻ എന്തോ? ഈ വീടിന്റെ പ്ലാന്, ഈ വീടിന്റെ സിറ്റ് ഔട്ട് എവിടെ വേണം, കിച്ചൺ എവിടെ വേണം, നമ്മളൊരു പ്ലാൻ വരയ്ക്കത്തില്ലേ? അതേമാതിരി ഒരു ക്ഷേത്രത്തിന് ഒരു പ്ലാൻ ഉണ്ട്, ഒരു മോഡലുണ്ട്. എന്താണ്? ഒരു യോഗാവസ്ഥയിലിരിക്കുന്ന ഒരു യോഗിയുടെ മനുഷ്യ ശരീരത്തിന്റെ മാതൃകയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആ ക്ഷേത്രത്തിൽ അതാണ് ഗർഭഗൃഹ ശിരോപ്രോക്തം. നമ്മൾ ഈ ക്ഷേത്രത്തിൽ പോയില്ലേ, അമ്പലത്തില്, ദേവിയുടെ അമ്പലത്തില്? അവിടെ ഗർഭഗൃഹം എവിടെയാ? ഗർഭഗൃഹം ആ ശ്രീകോവിലില്ലേ, അമ്മ ഇരിക്കുന്ന, ദേവി ഇരിക്കുന്ന ശ്രീകോവിൽ. ആ ക്ഷേത്രത്തിന്റെ ശിരസാണ് ശ്രീകോവിൽ. അതാണ് ഗർഭഗൃഹ ശിരോപ്രോക്തം. അമ്പലത്തിന്റെ ആ ക്ഷേത്രത്തിന്റെ ശിരസ് എന്ന് പറഞ്ഞാൽ ശ്രീകോവിലും ആ ഗർഭഗൃഹ ശിരോപ്രോക്തം അന്തരാളം മുഖം തഥ, അതിനുള്ളിലിരിക്കുന്ന ആ ദേവി മഹാമായയുടെ വിഗ്രഹമുണ്ടല്ലോ, അതാണ് ആ ഭഗവാന്റെ മുഖം. അന്തരാളം മുഖം തഥ, അവിടെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ദേവിയുടെ വിഗ്രഹമാണ് ആ ക്ഷേത്രത്തിന്റെ മുഖം. തലയേതാണ്? ശ്രീകോവിൽ. ആ ശ്രീകോവിൽ നിന്നും വെളിയിലോട്ട് ഇറങ്ങി വരുന്ന പടിക്കെട്ടുകളുണ്ടല്ലോ, അതാണ്
ഗർഭഗൃഹ ശിരോപ്രോക്തം അന്തരാളം മുഖം തഥാ സുഹാസനം ഗളച്ചൈവ. ആ ഇറങ്ങി വരുന്ന പടിക്കെട്ടുകളാണ് ഗളച്ചൈവ, ഭഗവാന്റെ കഴുത്താണ്. അവിടുന്ന് ഇറങ്ങി വരുന്ന മഹാമണ്ഡപം കുഷ്യസ, അവിടുന്ന് ഇറങ്ങി വരുന്ന മണ്ഡപം അതാണ് ഈ നമ്മുടെ ഈ ഭാഗങ്ങൾ വരും, രണ്ട് മണ്ഡപങ്ങൾ. അങ്ങനെ ജാനു ജംഗയോഗ, പ്രാകാരം ജാനു ജംഗയോഗ, ഗോപുരം ദേവപാഥാൻ. ആ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന്റെ ഗോപുരം, കവാടം, അത് ഭഗവാന്റെ കാലുകളാണ്. മനസ്സിലാവുന്നു? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മളെ ക്ഷേത്രത്തെ വിവരിച്ച് നമുക്ക് പഠിക്കാൻ പറഞ്ഞു തന്നു. പക്ഷേ നമ്മളെല്ലാം ആ ആദ്യത്തെ സ്റ്റെപ്പിൽ പോയി അവിടെ നിൽക്കുക. ഇതാണ് ഭക്തി. അതായത് കലികാലത്തിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ക്ഷയം സംഭവിച്ചു എന്ന് ഭാഗവതം പറഞ്ഞു തരുമ്പോൾ ആ ക്ഷേത്രത്തിൽ പോയി ആ ഭഗവാനെ നമ്മൾ തൊഴാനായിട്ട് അവിടെ നിൽക്കുമല്ലോ. അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് തൊഴേണ്ട? ഭഗവാനിൽ നിന്നും നമുക്ക് എങ്ങനെ ആ ഭഗവാൻ നമ്മളെ കടാക്ഷിക്കണം. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ റേഡിയോ വെച്ചു, ഈ റേഡിയോ ഇപ്പൊ ഈ ഹരിപ്പാട് ഇവിടെ ഇരുന്നിട്ട് റേഡിയോ വെച്ചിട്ട് അതിൽ ആലപ്പുഴ സ്റ്റേഷൻ കിട്ടണമെങ്കിൽ എങ്ങനെ കിട്ടും? ട്യൂൺ ചെയ്യും. ഈ ട്യൂൺ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോഴും അവിടെ പോയി നിന്ന് കഴിയുമ്പോൾ ആദ്യത്തെ 3 സെക്കൻഡ് ആ ഭഗവാനെ, ആ വിഗ്രഹത്തെ നമ്മൾ കണ്ണു തുറന്ന് നോക്കണം. ചിലരൊക്കെ എന്ത് ചെയ്യും? ചെന്ന പാടെ കണ്ണുടച്ചിട്ടുണ്ട്, എനിക്ക് കാണണ്ടേ. അവിടെ ചെന്ന ഉടനെ എന്ത് ചെയ്യണം? ആദ്യം ആ വിഗ്രഹം, അവിടെ പ്രതിഷ്ഠ എന്താണ്? ദേവിയാണോ ദേവനാണോ? ആദ്യത്തെ 3 സെക്കൻഡ് ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ അങ്ങോട്ട് ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 3 സെക്കൻഡ് പോയി കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ പതിച്ചതിന്റെ ഫോട്ടോ വന്നു അല്ലേ എന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ക്ഷേത്രത്തിൽ പോയി ആ ദേവി വിഗ്രഹത്തെ ഇങ്ങനെ 3 സെക്കൻഡ് നോക്കി നിന്ന് കഴിയുമ്പോൾ അത് നമ്മുടെ മനസ്സിലോട്ട് പതിക്കുന്നു. അടുത്ത 3 സെക്കൻഡ് നമ്മൾ കണ്ണടച്ചിട്ട് ധ്യാനിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ പൂർവികരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഈ മണ്ഡലകാലമൊക്കെ ഇപ്പൊ കഴിഞ്ഞു വരും അല്ലേ? നമ്മള് വർഷങ്ങളായി പുരാതന കാലം തൊട്ടേ എല്ലാവരും നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അല്ലേ? എന്തിനാണ് 41 ദിവസം നമ്മൾ വ്രതമെടുക്കുന്നത്? അതിന്റെ പിന്നിലുള്ള തത്വബോധം നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അയ്യപ്പൻ ചിന്മുദ്രയിൽ ഇങ്ങനെ ഇരിക്കുന്നത്? അന്വേഷിച്ചിട്ടുണ്ട്. നമ്മളൊന്നും അന്വേഷിക്കാറില്ല, നമ്മളോടാരും പറഞ്ഞു തരാറില്ല. പഴയ കാലത്തൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി നേരം പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇങ്ങനെ 10 പേര് കൂടുമ്പോഴെങ്കിലും കേൾക്കട്ടെ അല്ലേ? എന്തുകൊണ്ടാണ് അയ്യപ്പൻ ചിന്മുദ്രയിൽ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താണ് ചിന്മുദ്ര? ഞാൻ പറയാം. ചിന്മുദ്ര, ഇപ്പോൾ നമ്മളെല്ലാം മനുഷ്യരാണ് അല്ലേ? ഇപ്പോൾ ഞാൻ എന്റെ ഈ കൈ ഇങ്ങനെ നിവർത്തി കാണിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ എത്ര വിരലുണ്ട്? 5 വിരൽ അല്ലേ? ഈ 5 വിരലില് ഈ തള്ളവിരലിനെ ഞാൻ ആ ഭഗവാനായിട്ട് സങ്കല്പിക്കും. തള്ളവിരൽ, ഈ ചൂണ്ടുവിരല് ഞാനാണ് അല്ലെ? നമ്മളാണ്, നമ്മുടെ ശരീരമാണ്. ബാക്കി നമുക്ക് എത്ര വിരലുണ്ട്? 3. അപ്പോൾ ഈ 3 ഈ പ്രപഞ്ചം, മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രപഞ്ചമാണ് ഈ 3. അപ്പോൾ നമ്മളിലും ഈ പ്രപഞ്ചത്തിലും എല്ലാം 3 ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. സാത്വികം, രാജസം, താമസം അല്ലേ? പ്രകൃതി ക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രകൃതിക്ക് താമസം, ആ സമയത്താണ് പ്രകൃതി ക്ഷോഭം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് പ്രകൃതിയും ഇത് നമ്മളും ഇത് ഭഗവാനുമാണെങ്കിൽ നമ്മളെപ്പോഴും ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? നമ്മളെപ്പോഴും ആരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റും. ഇത് ഞാനാണ്, ഇത് പ്രകൃതിയാണ്, ഇത് ദൈവമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? എന്തുകൊണ്ട്? നമുക്ക് എപ്പോഴും ഈ പ്രകൃതിയുടെ സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കണം, സുഖിക്കണം. ഈ ശരീരത്തിന് എന്ത് വേണം? സുഖം. നമ്മുടെ എല്ലാം ഒരു വിചാരമുണ്ട്. ഈ ഞാനെന്ന് പറയുന്നത് ഈ ശരീരമാണ് എന്നല്ലേ നമ്മുടെ വിചാരം. സത്യത്തിൽ ഞാനെന്ന് പറയുന്നത് ശരീരമാണോ? ഈ പറയുന്നത് ഞാൻ ഈ ശരീരമാണ്. ഭഗവത്ഗീതയില് അർജുനനോട് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ? അവിടെ തളർന്നിരിക്കുന്ന അർജുനനോട് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നു. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാപക. അവിടെ പറഞ്ഞു കൊടുക്കുന്നത് പറയുന്നത് എന്താ വെച്ചാല് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അർജുനൻ എന്താ പറയുന്നത്? ഭഗവാനെ, എന്റെ ബന്ധുമിത്രാദികളെല്ലാം നിൽക്കുന്നു, എന്നെ എല്ലാം പഠിപ്പിച്ച എന്റെ ഗുരു എന്റെ മുമ്പിൽ നിൽക്കുന്നു, എന്റെ ഭീഷ്മ ആചാര്യൻ മുമ്പിൽ നിൽക്കുന്നു, എന്റെ സഹോദരന്മാരും എല്ലാവരും
നിൽക്കുന്ന യുദ്ധക്കളത്തിൽ ഇവരെ എല്ലാം കൊന്നിട്ട് ഞാൻ എന്തിനെന്റെ എനിക്ക് വേണ്ട, ഇവരെ എല്ലാം കൊന്നിട്ട് എനിക്ക് രാജ്യം വേണ്ട എന്ന് അർജുനൻ പറയുമ്പോൾ അർജുനനോട് ഭഗവാൻ പറയുന്ന, അർജുന യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതി അഭ്യുത്ഥാനം അധർമ്മസ്യ എന്താ പറയുക, അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അർജുന, എപ്പോഴെപ്പോൾ ഈ ലോകത്തില് അധർമ്മം സംഭവിക്കുമോ അപ്പോഴെല്ലാം ആ ഭഗവാൻ നാരായണൻ ആ അധർമ്മത്തെ ഒക്കെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ ആരുടെയെങ്കിലും രൂപത്തില് എവിടെയെങ്കിലും അവതരിക്കും, അല്ലെ? അതുകൊണ്ട് അർജുന, നീ കർമ്മം ചെയ്യൂ, നീ കർമ്മഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യൂ. എന്നാ ഇവിടെ നിൽക്കുന്ന ആരും ഈ പറയുന്ന നൈനം ചിന്തന്തി ശസ്ത്രാണി, അർജുന, ഈ നിൽക്കുന്നവരാരും മരിക്കപ്പെടുന്നില്ല. കാര്യം ഈ ആത്മാവിന് മരണമില്ല, ഈ ശരീരമേ മരിക്കുന്നുള്ളൂ, അല്ലെ? അതുകൊണ്ട് എന്താ പറഞ്ഞ, അതുകൊണ്ട് നീ കർമ്മം ചെയ്തു പറഞ്ഞു, മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എവിടെയാണ്? ഈ പ്രകൃതിയുടെ കൂടെയാണ് നമ്മൾ എപ്പോഴും നിൽക്കുന്നത്, അല്ലെ? ഒരിക്കലും നമ്മൾ ദൈവത്തിന്റെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു വർഷക്കാലമെന്ന് നമ്മൾ പറയുന്നു. ഒരു വർഷം എന്ന് പറയുന്നില്ല, എത്ര ദിവസമോ ഒരു വർഷം? 365 ദിവസമല്ലേ? അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ, അതായത് വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കാല് വെച്ചു. അതിനുശേഷമാണ് നമുക്ക് ഈ ഇംഗ്ലീഷ് കലണ്ടർ കിട്ടിയത്, അല്ലേ? അപ്പോഴല്ല ഇംഗ്ലീഷ് കലണ്ടർ കിട്ടിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? നമ്മൾ ന്യൂ ഇയർ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ആഘോഷിക്കും. സത്യത്തിൽ നമ്മുടെ പുതുവർഷം എപ്പോഴാ? നമ്മുടെ പുതുവർഷം വേറെയാണ്, അല്ലേ? ന്യൂ ഇയർ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷുകാരൻ വാസ്കോഡി ഗാമ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് കലണ്ടർ തന്നിട്ട് ഇപ്പോൾ 2025 വർഷമായി. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കലണ്ടർ ഉണ്ടായിരുന്നു. കൊല്ലവർഷം എന്നാണ് പറയുന്നത്, അല്ലെ? ഈ കൊല്ലവർഷം എന്നൊക്കെ എവിടെ നോക്കിയാ പറയുന്നത്? നമ്മൾ ഈ കലണ്ടർ വരുന്നതിനെക്കാട്ടും മുമ്പ് നമ്മളെവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എവിടെ? പഞ്ചാംഗം, അല്ലേ? ഈ പഞ്ചാംഗത്തിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു അറിയോ? പഞ്ചാംഗത്തില് 27 ദിവസം. എന്തുവാണ് 27 ദിവസം? നമ്മുടെ അശ്വതി, ഭരണി, കാർത്തിക എന്ന് പറയുന്ന നമ്മുടെ നക്ഷത്രങ്ങളിൽ ഈ 27 നക്ഷത്രങ്ങളാണ് നമ്മുടെ 27 ദിവസം. അപ്പോൾ ആ 27 ഒരു വർഷം എന്ന് പറയുമ്പോൾ എത്ര മാസം വരും? ഇപ്പൊ അമ്മ മാത്രമേ കേൾക്കുന്നുള്ളൂ. ഒരു വർഷത്തിൽ 12 മാസം. 27 ദിവസം ഒരു മാസം ഉണ്ടെങ്കിൽ ആ 27 × 12 ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? മോനോട് ചോദിച്ചു. അതായത് ഇപ്പോൾ പെട്ടെന്നൊന്നും ആർക്കും കണക്കുകൂട്ടാൻ പറ്റുന്നില്ല. പഴയ കാലത്തൊക്കെ പെട്ടെന്ന് കൂട്ടും. ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്ക് ദാരിദ്ര്യം ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം അവരുടെ ഇവരുടെ ബുദ്ധി അവിടെ ആയിരിക്കും. ഇവിടെ ഇല്ല. ഇവിടുത്തെ എല്ലാം ഇവിടെ വർക്കൗട്ട് ചെയ്യുക. ഇപ്പൊ അമ്മമാരൊക്കെ കൈ കൊടുക്കുക. ഇപ്പൊ വടക്കണുണ്ട്, ഇതും പിടിച്ച് അവിടെ ഇരുന്നോട്ടെ, അല്ലേ? പക്ഷെ അതുകൊണ്ട് ഒത്തിരി 5 വയസ്സ് വരെയൊക്കെ കുഞ്ഞുങ്ങളെ മൊബൈൽ കാണിക്കാനേ പാടില്ല. കുഞ്ഞുങ്ങളെ അവരുടെ ബുദ്ധിയെല്ലാം പോകും. അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയൊന്നും ഉണ്ടാകത്തില്ല, അല്ലേ? മൊബൈൽ അതിന്റെ ഈ വർക്കൗട്ട് ചെയ്യുന്ന ഇവിടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ 27 × 12 ഗുണിച്ചു കഴിഞ്ഞാൽ 324 കേട്ടോ. അപ്പൊ ഒരു വർഷത്തിൽ നമുക്ക് 365 ദിവസം ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ പഞ്ചാംഗ പ്രകാരം നമുക്ക് എത്ര ദിവസമുണ്ട്? 324 ദിവസം, അല്ലെ? അപ്പോൾ ഈ ഭൂമി ഈ സൂര്യനെ ഒന്ന് വലം വെക്കണമെങ്കിൽ എത്ര ദിവസം വേണം? ഒരു വർഷം വേണം, അല്ലെ? ആ ഒരു വർഷമാണ് നമ്മൾ പറഞ്ഞ 365 ദിവസം, അല്ലെ? അപ്പോൾ ഈ 324 27 × 12 324. ആ 324ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 365 ആകും? ആ മോള് പറ. 324ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 365 ആകും? പറയാമോ? 324ന്റെ കൂടെ എത്ര കൂടി കൂട്ടിയാൽ 365 ആകും? 41 കൂടെ കൂട്ടിയാൽ 365 ആകും. എത്രയാ? അല്ലേ? ഇപ്പോൾ നമ്മളവിടെ ചിന്മുദ്രയിൽ വന്നതാ. അപ്പൊ അത് തീർത്തിട്ട് ഇതിലോട്ട് പറയും. അപ്പൊ ഈ മുമ്പ് പറഞ്ഞ ചിന്മുദ്ര എന്ന് പറയുന്നത് ഈ 41 ദിവസത്തിന്റെ കഥയാണ്. വളരെ മനസ്സിലായി. അതായത്
324 നമ്മുടെ പഞ്ചാംഗ പ്രകാരം നമുക്കൊരു വർഷം, അല്ലേ? അപ്പോൾ ഈ ഭൂമി, ഈ സൂര്യനെ ഒന്ന് വലം വെക്കണമെങ്കിൽ എത്ര ദിവസം വേണം? 365 ദിവസം, അല്ലെ? അപ്പൊ ആ 365 ദിവസം പൂർത്തീകരിക്കണമെങ്കിൽ 324 കഴിഞ്ഞ് 41 ദിവസം വേണം. അപ്പോൾ ഈ ഭൂമി സൂര്യനെ ഒന്ന് ചുറ്റുന്നതിനെയാണ് നമ്മൾ ഒരു മണ്ഡലം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ 41 എന്താ പറയുന്നത്? ഒരു മണ്ഡലക്കാലം. എന്ത് മണ്ഡലമാണ്? ഈ ഭൂമി ഒരു പ്രാവശ്യം ആ സൂര്യനെ വലം വെച്ച് വന്നപ്പോൾ ഒരു മണ്ഡലമായി. ആ മണ്ഡലം പൂർത്തീകരിക്കാൻ നമ്മുടെ 324 കഴിഞ്ഞ് ഒരു 41 ദിവസം. ഈ 41 ദിവസമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ 41 ദിവസം നമ്മൾ എടുക്കുന്ന മാതിരി തന്നെ ക്രിസ്ത്യാനികളും എടുക്കുന്നുണ്ട്. അവരുടെ നോയമ്പ് കാലം, അവർ 50 നോയമ്പായിരുന്നു. ഈ 50 നോയമ്പിലെ 50 ദിവസവും ആ വീട്ടിലെ കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചാണ് എടുക്കുന്നത്. അറിയോ? പക്ഷെ നമുക്കും അതാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു മണ്ഡലക്കാലം വന്നാൽ ആ വീട്ടിലുള്ള എല്ലാവരും ഒന്നായിട്ട് ആ മണ്ഡല നോയമ്പ് നോക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഭഗവാൻ അയ്യപ്പൻ എന്ന് തത്വമസി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആ ഭഗവാൻ എന്നൊരു പേര് പറഞ്ഞുകൊണ്ട് നമ്മളെ എന്ത് ചെയ്യുന്നു? ഈ ശരീരത്തിനെയും ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ഒരു ആത്മാവ്, അല്ലെ? ദേഹവും ദേഹിയും, സ്ഥൂലമായ ഒരു ശരീരവും സൂക്ഷ്മമായ ഒരു ശരീരവും നമുക്കുണ്ട്, അല്ലെ? ഇവിടെ ഇരിക്കുന്ന ഞാൻ സ്ഥൂലമായ ശരീരമാണ്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സൂക്ഷ്മ ശരീരവും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുന്നവരുടെ ചിലപ്പോ സ്ഥൂല ശരീരം ഇവിടെയുണ്ട്, സൂക്ഷ്മ ശരീരം വീട്ടിലൊക്കെ പോകും, അല്ലെ? ഇവിടുന്ന് അമേരിക്കയ്ക്കൊക്കെ പോകും. പെട്ടെന്ന് ആ മോൻ അവിടെ എന്തെടുക്കുന്നത്, മോൻ ചോറ് കഴിച്ചോ, അല്ലെ? അങ്ങനെ നമുക്ക് 2 ശരീരം, ഈ സ്ഥൂല ശരീരം നമ്മൾ ഇവിടെയുണ്ട്, സൂക്ഷ്മ ശരീരം, അല്ലെ? അപ്പോൾ നമ്മളില് ഈ സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരത്തെ ഒന്ന് ശുദ്ധീകരിക്കും, വേണ്ടേ? ഒരു വർഷം മുഴുവൻ, നമ്മുടെ ഒരു വർഷം 324 ദിവസവും, ഈ 324 ദിവസവും ഞാൻ എന്നെ ഇഷ്ടം പോലെ ജീവിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളത് കുടിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കുന്നു, എന്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കുന്നു, അല്ലെ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു തന്നു, നീ ഒരു കാര്യം ചെയ്യും മക്കളെ, നീ ഒരു 41 ദിവസം 324 നീ എടുത്തോ, പക്ഷേ ഒരു 41 ദിവസം എനിക്ക് എന്ത് എന്റെ പേരും പറഞ്ഞ് നീ നിന്നെ ഒന്ന് ശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ആ 41 ദിവസം നമ്മൾ നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഈ പ്രപഞ്ചത്തിന്റെ കൂടെ തന്നെ ജീവിക്കുന്ന നമ്മളോട് പറയുന്നു, ആ 41 ദിവസത്തെ വ്രതമെടുത്തിട്ട് 18 മലയും കയറി, 18 പടിയും കയറി അവിടെ ചെല്ലുമ്പോൾ എന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എന്താ തത്വമസി? തന്നെ അതായത് നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും ആ ക്ഷേത്രത്തിലിരിക്കുന്ന വിഗ്രഹം, ഇപ്പോൾ ഇവിടെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി, അല്ലേ? നമ്മളാരാ? ഭക്തരാണ്, അല്ലെ? അപ്പോൾ നമ്മൾ ശബരിമലയിൽ അയ്യപ്പനെ കാണാനായിട്ട് ഞാൻ രുദ്രാക്ഷമാല എന്ന് എന്റെ കഴുത്തിലിട്ടോ, അതുകൊണ്ട് ഞാൻ ആരായി? അവിടെ ചെന്നപ്പോൾ എഴുതി വെച്ചിരിക്കുക, നീ തന്നെയാണ്, നീയും സ്വാമി, അവിടെ ഇരിക്കുന്നു സ്വാമി, കാണാൻ ചെന്ന ഞാനും ഭക്തനും സ്വാമി, ദൈവവും സ്വാമി, അല്ലെ? അതാണ് അയ്യപ്പ സ്വാമി. 5 അടക്കമുള്ള 5 എല്ലാത്തിനെയും നമ്മളെ അടക്കി, നമ്മളെ അടക്കാൻ, അല്ലെ? ആ അയ്യപ്പ സ്വാമിയെ കാണാനാണ് നമ്മൾ 40. അപ്പൊ ഈ 41 ദിവസം എന്ന് പറയുന്നത് എന്താണ്? ഈ 41 ദിവസം നമ്മൾ എന്ത് ചെയ്യണം? നീ ബാക്കിയുള്ള 324 ദിവസം ഇഷ്ടം പോലെ ജീവിച്ചില്ലേ? ഒരു 41 ദിവസം എന്റെ പേര് പറഞ്ഞ് നീ നിന്റെ ശരീരത്തിനെയും നിന്റെ ആത്മാവിനെയും ഒന്ന് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് ആ മണ്ഡലക്കാല നോയമ്പ് നോക്കണമെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ഹിന്ദു കുടുംബങ്ങളിലെല്ലാം മാറി ഒന്ന് നോക്കണമെന്ന്. ഒരു 50 നോയമ്പെന്ന് പറഞ്ഞാൽ അവര് കുടുംബസമേതം അവിടെ ചിട്ടയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫാദർ പറയും, ഈ 50 കാലത്തിന്റെ സമയത്ത് ഒരു വീടുകളിലും മത്സ്യമാംസാദികൾ കേട്ടാൽ അവർ സമ്മതിക്കത്തില്ല, കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മദ്യപാനം, മറ്റെന്തൊക്കെ ദുശീലങ്ങൾ നമ്മളിലുണ്ടോ അതെല്ലാം മാറ്റിവെക്കണം. ഇതേപോലെ തന്നെ ഇസ്ലാമിലുമുണ്ട്. അവര് റംസാൻ സമയത്ത് ഇതേപോലെ തന്നെ അവരുടെ നോയമ്പ് കാലമാണ്. ആ സമയത്ത് അവരൊക്കെ നോയമ്പ് നോക്കുന്ന പറഞ്ഞാൽ വെളുപ്പിനെ
സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആഹാരം കഴിക്കും. ഞങ്ങളൊക്കെ സർവീസ് ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സഹോദരന്മാരുണ്ട്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവർ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നിടം വരെ ജലപാനം നമ്മുടെ ഈ മൂന്നീര് പോലും അവർ താഴോട്ട് ഇറക്കത്തില്ല. അത്രയ്ക്ക് കഠിനമായ വ്രതമാണ്. മനസ്സിലായോ? അത് കുടുംബമാണ്. നമ്മളിൽ നോക്കിക്കോ, ഈ 41 ഒരു മണ്ഡലകാലം കഴിഞ്ഞപ്പോൾ നമ്മൾ എത്ര കുടുംബങ്ങളിൽ നമുക്ക് മത്സ്യം വേണ്ട, മാംസം വേണ്ട, ഇല്ല മറ്റുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടോ? ഇല്ല. ഒരാൾ സ്വാമിയായ നീ മാത്രം എടുത്തു. അപ്പോൾ നമ്മളിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ 41 ദിവസത്തെ വ്രതത്തിന്റെ പിന്നിലുള്ള തത്വം. ഇതൊക്കെ സയൻസാണ്. അതായത് ഭഗവാൻ, ദൈവം എന്നൊരു പേര് പറഞ്ഞിട്ട് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് തരുന്ന ഒരു സിസ്റ്റമാണ് ഈ മണ്ഡലകാലത്ത്. അല്ലാതെ ഈ ഭഗവാൻ നമ്മളെ വഴക്ക് പറയുകയോ നമ്മളെ ശപിക്കുകയോ ഒന്നുമില്ല. ഭഗവാൻ നമ്മളെ ഒന്നും പറയുകയില്ല. പക്ഷെ ആ ഒരു ഭഗവാൻ എന്നുള്ള ഒരു വിശ്വാസം, ഒരു ഭയമുണ്ടെങ്കിലേ നമുക്ക് നേർവഴിയെ പോകാൻ പറ്റുള്ളൂ, അല്ലെ? ഭയമില്ലാത്തവരാണ് നേർവഴിയല്ലാതെ ഇടതും വലതും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവരുടെ ജീവിതം തന്നെ വഴിമുട്ടി പോകും, അല്ലെ? ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു കണക്കെടുത്തിട്ടുണ്ട്. അതായത് 100 ആത്മഹത്യകൾ നടക്കുമ്പോണ്ടല്ലോ അതില് 95 ആത്മഹത്യ ചെയ്യുന്നത് ഹിന്ദുക്കൾ, 4 എണ്ണം മാത്രം ക്രിസ്ത്യാനി, 1 എണ്ണം മുസ്ലിം. എന്താ പറയുക, അവർക്ക് അതുപോലുള്ള അവർക്ക് നല്ല അവയർനെസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവയർനെസ് ഇല്ല, ഉണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, ഇവിടെ ഈ കോലം വഴിപാട് നടത്തുന്നു. എന്താണ് ഇപ്പൊ നമ്മുടെ പ്രായമായ അമ്മമാരൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കണം. മക്കളെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? നമ്മുടെ ഇപ്പൊ ഇവിടെ തന്നെ ആഹാരത്തിന്റെ ഒക്കെ സിസ്റ്റം കണ്ടിട്ടില്ല. പണ്ട് നമ്മൾ ആ പ്ലാവല കുമ്പിളിൽ കഞ്ഞി കുടിച്ച, അതായത് ഇതൊക്കെ ഒന്നും നീ മറക്കരുത്. നീ എവിടം വരെ പോയി ചേർന്നാലും നീ ആ വന്ന വഴി മറക്കാതെ തന്നെ നീ ജീവിക്കണം എന്നൊക്കെ നമുക്കൊരാശയം പറഞ്ഞു തരുക. അല്ലാതെ ഇപ്പം എല്ലാവർക്കും ഇപ്പൊ പ്ലാവല കുമ്പിളിൽ കുടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, എല്ലാത്തവരും ഒക്കെ ഉണ്ട്. പക്ഷേ ആ ദൈവിക ഭാവം നമ്മളെ പറഞ്ഞു തരുന്നു, നീ മറക്കരുതൊന്നും, വന്ന വഴി മറക്കാതെ ജീവിക്കണം എന്ന് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചു തരിക, അല്ലെ? നമ്മളിലുള്ള ഇന്ദ്രിയങ്ങളൊക്കെ അടക്കാൻ. അതായത് ഇപ്പൊ ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ കൊടിമരം, ഇപ്പൊ പറഞ്ഞല്ലോ, ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹ ശിരോപ്രോക്ത മന്ദര, അതൊക്കെ ഞാൻ പറഞ്ഞു. ആ കൊടിമരം എന്താ? ഭഗവാന്റെ നട്ടലല്ലേ? ആ കൊടിമരം എന്ന് പറയുന്നത് ഭഗവാന്റെ, നമ്മുടെ നട്ടല് മാതിരി ഭഗവാന്റെ നട്ടലാണ് കൊടിമരം. ആ കൊടിമരത്തിന്റെ മുൻപിലായിട്ട് ഒരു ദീപസ്തംഭം ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ദീപസ്തംഭം കണ്ടിട്ടുണ്ട്. ഈ ദീപസ്തംഭം കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ക്ഷേത്രത്തിൽ പോകുമ്പോൾ ദീപസ്തംഭം അവിടെയുണ്ട്, വിളക്കില്ലേ? ആ വിളക്കിന്റെ താഴെ എന്താ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്? ആ ദീപസ്തംഭത്തിന്റെ, ഇനി അമ്പലത്തിൽ പോകുമ്പോ, ക്ഷേത്രത്തിൽ പോകുമ്പോ ശ്രദ്ധിച്ചു, ഈ ദീപസ്തംഭത്തിന്റെ താഴെ ഒരു കൂർമ്മത്തിന് ആമ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ എന്താണ് ഇതെല്ലാം ഉണ്ടല്ലോ, നമുക്ക് ഓരോ തത്വബോധങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക നമ്മളെ. ഈ ആമ എന്താണ്? അപ്പൊ ഇവിടെ അർജുനോട് പറയുന്നുണ്ട്, അർജുന നീ സ്ഥിതപ്രജ്ഞനാകണോ. ഭഗവത്ഗീതയില് അർജുനോട് ഭഗവാൻ പറയുക, അർജുന നീ സ്ഥിതപ്രജ്ഞനാകണം. എങ്ങനെ? അപ്പൊ അർജുനൻ ചോദിക്കുക, ഭഗവാനെ എന്താണ് സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോഴോ പറഞ്ഞ, നീ ആമയെ പോലെ, കൂർമ്മത്തെ പോലെ. അതുകൊണ്ടാണ് ക്ഷേത്രത്തിന്റെ മുമ്പിലാ കൂർമ്മത്തെ വെച്ചിരിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകുമ്പോൾ തന്നെ ഒരാമയ്ക്ക് 2 കാലും 2 കൈയും 1 വാലും 1 തല. എത്രയായി? പെട്ടെന്ന് കൊടുത്തു. 2 കയ്യ് എത്ര മക്കളെ? 6. എത്ര? 2 കയ്യ് 2 കാല് 4 വാല് 5 തല 6. ആ ആമയെ കൊണ്ട് ഇപ്പോൾ ഒരാമ ഇവിടെ ഉണ്ടെന്ന് വെച്ചു. ഇപ്പൊ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട്. ഒരാൾ ആ ആമയുടെ അടുത്തോട്ട് ചെല്ലുമ്പോ ആമ എന്ത് ചെയ്യും? ആമ ഉടനെ എന്താ ചെയ്യുന്നത്? നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ ആമയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യാം, അതിന്റെ കയ്യും കാലും വാലും എല്ലാം കൂടെ വലിച്ചോട്ടുണ്ട്. പിന്നെ കട്ടിയുള്ള തോട, അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ദൈവം കൊടുത്തിരിക്കുന്നത് സിദ്ധികൾ. അപ്പോൾ ഇവിടെ അർജുനോട് പറഞ്ഞു, നീ ആ
സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാകണം വെച്ചാൽ നീ ആ ആമയെക്കൂട്ടാകണം. എന്താണ് ഈ ആമ? നമ്മുടെ ക്ഷേത്രത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ ആമയെക്കൂട്ടാകുന്ന ആമയാകാനാണോ പറയുന്നത്? അല്ലേ, ആമ എന്ത് ചെയ്യുന്നു അതേ കൂട്ടാകണം. അപ്പോൾ ആ ക്ഷേത്രത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5. ഞാൻ ചാടിച്ചോട്ടെ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5 ഉണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണുണ്ട്, മൂക്കുണ്ട്, അല്ലേ? ഇതെല്ലാം ഈ പ്രകൃതിയിലെ ഓരോരോ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഈ കണ്ണുള്ളതുകൊണ്ടല്ലേ ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ഭഗവാൻ ഈ കണ്ണ് തന്നപ്പോ എന്താ ചെയ്യേണ്ട? ആ കണ്ണുകൊണ്ട് ആ ഭഗവാൻ നമ്മളോട് പറയുന്നു, നീ നല്ലതിനെ കാണുക, അല്ലെ? ഈ ചെവി കൊണ്ട് നല്ലതിനെ കേൾക്കുക, ആ ഭഗവാൻ നാമം കേൾക്കുക, അല്ലെ? അല്ലെങ്കിൽ രുചിക്കുമ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളും നമ്മൾ അനുഭവിക്കുമ്പോൾ ആ ഇന്ദ്രിയങ്ങളെ അടക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം, ഇല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പോകും, സെൻട്രൽ ജയിലിൽ പോകും, ഇല്ലേ? അല്ല, അല്ലാത്തവരല്ലേ സെൻട്രൽ ജയിലിലുണ്ടോ? ഈ ജയിലിൽ പോകുന്ന ആരാ? ഈ ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിയാത്തവരാണ്. അവർക്ക് കൈയെ അടക്കാൻ പറ്റുന്നില്ല, കണ്ണിനെ അടക്കാൻ പറ്റുന്നില്ല. ഓരോന്ന് കാണുമ്പോൾ അവർക്ക് ഓരോന്ന് തോന്നുന്നു, അവർ ഓരോന്ന് ചെയ്യുന്നു. അപ്പൊ അവര് തെറ്റിലോട്ട്. അപ്പോൾ ഇവിടെ പറയുന്ന കൂർമ്മത്തെ എന്താ പറയുന്നത്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഈ സ്പീക്കർ മാതിരി, ലൗഡ് സ്പീക്കർ മാതിരി എങ്ങോട്ടിരിക്കുക? ഈ 2 ചെവി പുറത്തു. അവിടെ എന്താ പറയുന്നത്? ഇവിടെ ഞാൻ ഇവിടെയൊക്കെ പറയുന്നുണ്ട്, ഇത് ശ്രദ്ധിക്കുക, അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെ? അവിടെ ആഹാരത്തിന് വിളിക്കുന്നുണ്ടോ? അപ്പൊ നമ്മളിങ്ങനെ കേൾക്കാനായിട്ട് കണ്ണ് എല്ലാ ലൗഡ് സ്പീക്കർമാര് വെളിയിലോട്ടിരിക്കുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളെ അർജുന അർജുന എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ വിളിക്കുന്നത്. ഭഗവാൻ അർജുനെ വിളിക്കുന്നുണ്ടല്ലോ, അർജുനെയല്ലേ വിളിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെ വിളിക്കുക. അർജുന, നിന്റെ പഞ്ചേന്ദ്രിയങ്ങള് വെളിയിലോട്ട് ലൗഡ് സ്പീക്കർമാര് വെച്ചിരിക്കുന്ന നിന്റെ പഞ്ചേന്ദ്രിയങ്ങള് നീ അകത്തോട്ട് വലിക്ക്, അടക്ക്. മനസ്സിലായി? ഈ പഞ്ചേന്ദ്രിയങ്ങളെ 5 ഇന്ദ്രിയങ്ങളെ അകത്തോട്ടെടുത്ത് 6ാമത്തെ ഇന്ദ്രിയമായ മനസ്സ്, 5 ഇന്ദ്രിയം, അതിനെ അകത്തോട്ടെടുത്തിട്ട് 6ാമത്തെ ഇന്ദ്രിയമായ മനസ്സിനെ കൂടി അകത്തോട്ടെടുക്കുമ്പോൾ ആരാകും? ചിതപ്രജ്ഞനാകും. അപ്പോൾ നീ ആ ഭഗവാനിലേക്കും നിന്റെ ജീവാത്മാവ്, നമ്മുടെ ആത്മാവുണ്ടല്ലോ, വന്നത് എവിടുന്നാ? ഭഗവാനിൽ നിന്നാണ് ഈ ആത്മാവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വന്നിരിക്കുന്ന ആ ഭഗവാനിൽ നിന്നും ആ പരമാത്മാവ് എപ്പോൾ ഈ ശരീരത്തെ സ്വീകരിച്ചു, അപ്പോൾ ആ ആത്മാവിന് പേരെന്ത് വന്നു? ജീവാത്മാവ്. അപ്പോൾ ആ ജീവാത്മാവ് പരമാത്മാവിൽ എപ്പോഴേക്കും സ്ഥിതപ്രജ്ഞനാകും. നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ അടയ്ക്കുന്നു. അപ്പൊ ക്ഷേത്രത്തിൽ കയറിയ ഉടനെ ഇപ്പൊ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നോക്കണം, ആ ദീപസ്തംഭത്തിന്റെ താഴെ ഒരു കൂർമ്മത്തിനെ വെച്ച് നമ്മളെ കാണിച്ചു കഴിഞ്ഞിരിക്കും. നമ്മുടെ ഈ പുരാണങ്ങളൊക്കെ ചുമ്മാ എഴുതിയിരിക്കുക, അതിനകത്തൊക്കെ ഒത്തിരി തത്വബോധങ്ങളാണ്. ഓരോന്നും കാണിച്ച് നിങ്ങൾ നമ്മളെ ഓരോന്നും പഠിപ്പിക്കുകയാണ്. 18 പുരാണങ്ങളിൽ 18,000 കഥകളുണ്ട്. കഥകള്, ഉപകഥകൾ. ഓരോ കഥകളും നമ്മൾ എങ്ങനെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ മനുഷ്യർ നല്ല ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കും, അതൊക്കെയാ പറഞ്ഞത്. മനസ്സിലാവുക? അപ്പോൾ നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഉള്ളിലോട്ടടക്കി 6ാമത്തെ ഇന്ദ്രിയമായ മനസ്സിനെ കൂടെ നമ്മൾ ഉള്ളിലോട്ടടക്കുമ്പോൾ നമ്മൾ ആ ഭഗവാനിൽ മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ മണ്ഡലകാലത്തെ പറ്റി ഞാൻ പറഞ്ഞു, അല്ലേ? ചിന്മുദ്ര, ഭഗവാൻ ചിന്മുദ്രയിൽ എന്തായിരിക്കുന്നത്? ഈ പ്രകൃതിയോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ ഒരു 41 ദിവസം നീ എന്നെ ഒന്ന് വളഞ്ഞ്, എന്റെ അഹങ്കാരമാണ്, ഞാൻ ഈ ചൂണ്ടുമ്പോ എന്തായിരുന്നു? ഞാനെന്നുള്ള ഭാവം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമല്ലേ? ഞാനെന്നുള്ളൊരു ഭാവം, ഞാനാരാ ഈ പറയുന്നത്? ഇപ്പൊ ഇവിടെ നിന്ന് പറയുന്നു ഞാനാണോ? എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നുവെങ്കിൽ ആരാ പറയിപ്പിക്കുന്നത്? ഭഗവത് ചൈതന്യമുണ്ട്, അല്ലേ? അപ്പോൾ ഞാനെന്ന് പറയുന്ന ഒന്നുമില്ല. അപ്പോൾ ആ ഞാനെന്ന് പറയുന്ന എന്നെ ഒന്ന് വളഞ്ഞ് ആ ഭഗവാനെ ഒന്ന് പിടിക്കുമ്പോൾ എന്ത് മുദ്ര വന്നു? ചിന്മുദ്ര. അതാണ് അയ്യപ്പസ്വാമി ചിന്മുദ്രയിൽ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അതേപോലെ 41 ദിവസം പറഞ്ഞെന്താ? നമ്മുടെ ഈ ശരീരത്തിനെയും ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആഹാരങ്ങളുടെ സമയം പറയണം കേട്ടോ. ഞാൻ എന്റെ കൂട്ടുകാരനാണ് ഉല്ലാസ്. ഞങ്ങളൊന്നിച്ച് ആർമിയിൽ സർവീസ് ചെയ്തതാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഉല്ലാസ് റിട്ടയറായിട്ട് വന്നു. ഞാൻ ഇപ്പോഴും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉല്ലാസ് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടുമ്പോൾ അറിയാം, ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞോണം, കുഴപ്പമൊന്നുമില്ല, എന്റെ വീട് തന്നെ
അതൊന്നും പറയത്തില്ല എന്നൊക്കെ എനിക്കൊരു ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പൊ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എപ്പം വിശക്കുന്നു ആഹാരം കഴിക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഏറ്റവും ഇതായിട്ട് എനിക്കിപ്പോ പറയാനുള്ള ഏറ്റവും വലിയ കാര്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ ഒത്തിരി വഷളാണ്. ഇപ്പോഴല്ല ഈ കുഞ്ഞുങ്ങളെ എല്ലാ വീടുകളിലും 2 കുഞ്ഞുങ്ങളെ ഉണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു തെറ്റാണ് ഈ 2 കുഞ്ഞുങ്ങളുള്ളത്. ഈ 2 കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നമുക്ക് എന്താ കുഴപ്പം പറ്റുന്നത്? നമ്മുടെ ഒന്നാമത്. പിന്നെ ഈ 2 കുഞ്ഞുങ്ങളെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും? ഇവരെ കണ്ടമാനം നമ്മളങ്ങ് ലാടി അല്ലേ? അവരുടെ കാലിൽ നിന്ന് ജീവിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കണം നമ്മൾ അല്ലേ? അപ്പൊ ഈ മോന്റെ മൊബൈൽ ഇങ്ങനെ കൊടുത്തു എന്താ അറിയോ? ഇന്ന് ജനിച്ച് വീഴുന്ന ഉടനെ കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ട് കൊടുക്കുന്ന കരയാതിരിക്കാൻ മൊബൈല അല്ലേ? ഇപ്പോഴത്തെ വന്ന വ്യത്യാസം കണ്ട. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇവരുടെ ബുദ്ധി ഇപ്പം നമ്മളെല്ലാം ഇത്രയെങ്കിലും ഓർത്ത് പറയുന്നുണ്ട്. ഇച്ചിരിയൊക്കെ പഠിച്ചിട്ടാണേലും നോക്കിയിട്ടാണേലും കുറച്ചു നേരമൊക്കെ അത് വിട്ടുപോകാതെ കണക്ട് ചെയ്ത് ഓർത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകുന്നു. ഇനി വരാൻ പോകുന്ന കാലത്ത് ഇവർക്ക് ഓർമ്മയില്ല. കാര്യം എന്താ അറിയോ? ഇനി വരാൻ പോകുന്ന ഇവരൊക്കെ പഠിച്ചവർക്കൊക്കെ അറിയാം. ഡോക്ടറൊക്കെ ആയി MBBS IAS ആയവർക്കൊക്കെ അറിയാം. ഇനി വരാൻ പോകുന്ന യുഗം റോബോട്ടിസമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം എനിക്ക് അപ്പുറത്തേക്ക് ചേട്ടന് 2 അടി അടിക്കണമെങ്കിലുണ്ടല്ലോ എനിക്ക് 2 പേരെ വാടകയ്ക്ക് എടുക്കും അല്ലേ? എന്നിട്ട് അവൻ എന്തെങ്കിലും കൊടുത്ത് പോയി അടിക്കണമെന്ന് പറയും അല്ലേ? നീ വരാൻ പോകുന്ന യുഗത്തിൽ ആരെയും വാടകയ്ക്ക് നോക്കണ്ട. എന്റെ പൈസ ഉണ്ടോ? ഞാൻ റോബോട്ടിനെ എല്ലാം ക്രിയേറ്റ് ചെയ്ത് റെഡിയാക്കും. റോബോട്ടിന് കമാൻഡ് കൊടുക്കുന്ന ഇങ്ങനെ, നീ അവനെ പോയി അടി, ഇങ്ങനെ വെട്ടണം, ഇങ്ങനെ കുത്തണം. ഈ റോബോട്ട് പോയി കുത്തി വരാൻ പോകുന്ന തമാശയായിട്ട് പറഞ്ഞതല്ല, വരാൻ പോകുന്ന കാലം അതാണ്. കാര്യം നമ്മൾ നമ്മുടെ ഈ മൊബൈലും കമ്പ്യൂട്ടറും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ആരെ കണ്ടിട്ടാ? നമ്മളെ കണ്ടിട്ടാ. JCB കണ്ടിട്ടുണ്ടോ? JCB ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ട്. നമ്മുടെ ഈ കൈ കണ്ടിട്ടാ JCB ഉണ്ടാക്കിയത് അല്ലേ? ഈ കമ്പ്യൂട്ടർ ആരെ കണ്ടിട്ടാ ഉണ്ടാക്കിയത്? നമ്മുടെ തലയാ അത്, നമ്മുടെ ബ്രെയിൻ. ഇതിനകത്ത് റാമും റോമും ഉണ്ട് അല്ലേ? റീഡ് ഓൺലി മെമ്മറി ഉണ്ട് അല്ലെ? റാൻഡം മെമ്മറി ഉണ്ട് അല്ലെ? രണ്ടും ഉണ്ട്. പെട്ടെന്ന് ഇച്ചിരി നേരം ഓർക്കുന്നതുകൊണ്ട് കുറച്ചു നേരം ഓർത്ത് വെക്കാൻ കുറെ നാളല്ലേ. അമ്മ കണ്ടതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നില്ല. റാൻഡം മെമ്മറി ഇരിക്കൊണ്ട് ഇപ്പോഴും. ഇതാണ് ഇതിനകത്തെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന കാലം അങ്ങനെയാണ് പോകുന്നത്. അപ്പം പഴയ കാലത്തൊക്കെ നമ്മൾ 4, 3, 7, 3, 10, 2, 12 എന്നൊക്കെ കൂട്ടി പോകും. ഇപ്പോഴത്തെ പിള്ളേരോടൊന്ന് പറഞ്ഞു നോക്കി 4, 3, 7 എന്ന് ചോദിച്ചാൽ ഉടനെ അവർ കാൽക്കുലേറ്റർ റെഡിയാ അല്ലേ? അപ്പൊ ആ ലെവലിലോട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ മക്കളെ വിടാതെ, മക്കളെ അതിരാവിലെ ഇപ്പൊ അമ്മമാരെന്താ മക്കളെ ഉറങ്ങിക്കോട്ടെ, സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ പോകുന്ന എന്തിനാ? ഈ ബ്രഹ്മചര്യം. നമുക്ക് 4 വർണ്ണാശ്രമ ധർമ്മങ്ങൾ പറയുന്നുണ്ട്. ഈ 4-ല് നമുക്ക് ഒരാളുടെ ആയുസ് 100 വയസ്സാണെങ്കിൽ ആ 100-നെ 4ആയിട്ട് തിരിച്ചേക്കുക. മനസ്സിലായോ? 100-നെ 4ആയിട്ട് തിരിച്ചാൽ 25 × 4 100 അല്ലേ? അപ്പോൾ ആദ്യത്തെ 25 വർഷം നമ്മുടെ ഏത് കാലമാണ്? ബ്രഹ്മചര്യം. ഈ ബ്രഹ്മചര്യത്തിൽ അവർക്ക് വേറൊരു ചിന്തയില്ല. അവർക്കെന്താ? പഠിക്കണം, വേറെ എന്തെങ്കിലും ഒരു വഴിയിലും അവരുടെ ചിന്ത പോകാൻ പാടില്ല. പക്ഷെ നമ്മുടെ ഒരു 75, 80 ആ കാലഘട്ടങ്ങളിൽ ജനിച്ചവർക്കൊക്കെ ശരി. അത് കഴിഞ്ഞ് ഇപ്പോഴുള്ള പിള്ളേർക്ക് ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. അവർക്ക് ഇപ്പോഴേ അറിയാം. ഇതിനകത്തെല്ലാം വരുന്നെല്ലാം കണ്ടോണ്ടിരിക്കും അല്ലേ? അപ്പൊ അതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും ആ ആദ്യത്തെ ബ്രഹ്മചര്യ കാലത്ത് അവരെന്ത് ചെയ്യണം? അതിരാവിലെ ഉണരണം അല്ലെ? ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം. ഉണർന്ന ഉടനെ പോയി കുളിക്കണം. ഇന്ന് കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ സൂര്യൻ എത്ര മണിക്കാ ഉദിക്കുന്നതെന്ന് ചോദിച്ചാൽ സൂര്യൻ ഉദിക്കുന്ന കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഒരു 80% കുഞ്ഞുങ്ങളും പറയും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല, സൂര്യൻ ഉദിക്കുന്നതെന്ന് പോലും അറിയാം. ഇപ്പൊ എന്നാത്ത് പറയും, വെങ്കടേശ്വര സുപ്രഭാതം പറയുമല്ലോ, കൗസല്യ സുപ്രജാരാമ അത് പറയുന്നില്ല. അമ്പക്ഷേത്രങ്ങളിലൊക്കെ ആദ്യത്തെ കാസറ്റ് അതാ ഇടുന്നത്. എന്തിനാണ് ഇടുന്നത്? അവിടെ പറയുക, രാമനെ വിളിക്കുക, കൗസല്യയുടെ ഉത്തമനായ പുത്ര രാമ, നീ എന്ത് ചെയ്യണം? രാമനോട് പറയുക, രാമ നീ ആ സൂര്യ ഭഗവാൻ, സൂര്യനുണ്ടല്ലോ, സൂര്യനെ ഉറങ്ങത്തില്ല, ഈ സൂര്യ ഭഗവാൻ ഉണർന്നു തന്റെ കർമ്മങ്ങൾ ആരംഭിച്ചു, തന്റെ സമയത്ത് തന്നെ ഉണർന്നു തന്റെ കർമ്മം ആരംഭിച്ചു. അതുകൊണ്ട് കൗസല്യയുടെ ഉത്തമനായ പുത്ര രാമ നീ ഉണരൂ, നിന്റെ കർമ്മം ആരംഭിക്കൂ എന്നാ പറയുന്നത്. പക്ഷെ കൗസല്യയുടെ ഉത്തമനായ പുത്രൻ രാമനോടാണോ പറയുന്നത്?
നമ്മളോട് ഓരോരുത്തരോടും പറയുക, നീ ഉറങ്ങണം. എന്തുവരെ ഉറങ്ങണം? ആ അതിരാവിലെ ഒരു 5 മണി, ഇപ്പോഴൊക്കെ 5 മണി വരെ കൊടുക്കാം. ഈ 5 മണിയിൽ 6 മണി നമ്മുടെ കുഞ്ഞുങ്ങളോട് സൂര്യൻ എപ്പോഴാ ഉദിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവരെ എപ്പോഴെങ്കിലും ടൂറിന് കന്യാകുമാരി കൊണ്ടുപോയിട്ട് ഇവരെ തല്ലി ഉണർത്തിയിട്ട് കൊണ്ട് കാണിച്ചു, താണ്ടാ സൂര്യൻ ഉണർത്തണം, സൂര്യൻ താണ്ട ഉദിച്ചു വരുന്നു. ഇതല്ലാതെ മക്കള് സൂര്യൻ ഉദിക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് എണ്ണീറ്റ് പോയിട്ട് സൂര്യൻ ഉദിക്കുന്നത് കാണാൻ പോയിട്ടുണ്ടോ? എത്ര മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നത്? സൂര്യൻ എത്ര മണിക്കാ മോനെ, എത്ര മണിക്കാ ഉദിക്കുന്നത്? അപ്പൊ ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ സൂര്യൻ ഉദിക്കുന്നൊന്നും ഇവർ കണ്ടിട്ടില്ല. പക്ഷെ കുഞ്ഞുങ്ങളുടെ തെറ്റാണോ? അല്ല, ആരുടെ തെറ്റാ? അമ്മൂമ്മമാരുടെ തെറ്റാന്ന് ഞാൻ പറയും, അല്ലേ? അതേപോലെ ഇപ്പൊ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉറങ്ങുന്ന ദിവസം ഏതാണ് മക്കളെ? ഒന്ന് പറയോ? സൺഡേ. അവിടെ ഒരു സെക്കൻഡ്, സൺഡേ അല്ലേ ഉറങ്ങുന്നത്? ഈ സൺഡേ എന്ന് പറയുന്നത് എവിടുന്നാ പറഞ്ഞത്? മലയാളത്തിൽ പറ, ഏത് ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ഉറങ്ങും? ഈ ഞായറാഴ്ചയുടെ അർത്ഥം പറ, ഞായറിന്റെ അർത്ഥം പറ. ഞാൻ തന്നെ പറഞ്ഞു, ഞായറിന്റെ അർത്ഥം സൂര്യൻ. മനസ്സിലായി? അപ്പൊ ആ സൂര്യന്റെ ദിവസമാണ് ഞായർ. അപ്പൊ സൂര്യൻ ഉറങ്ങുമോ? പിന്നെ നമ്മളെങ്ങനെ ഉറങ്ങും? അപ്പൊ ഉറങ്ങരുത് ആ ദിവസം. പക്ഷേ ഇംഗ്ലീഷുകാരൻ എന്തോ പേരിട്ട ആരുടെ ദിവസം? സണ്ണാരൻ, സൂര്യൻ. അപ്പൊ നമ്മുടെ അല്ലേ അവരെടുത്ത് പറഞ്ഞു, നമ്മുടെ ഞായറാഴ്ചയെ അവർ കോപ്പി അടിച്ചിട്ട് പറഞ്ഞു സൺഡേ ആന്ന്. ഇപ്പൊ നമ്മൾ സൺഡേ തന്നെ പറയും, ഞായറെന്ന് പറയും. തിങ്കളിന്റെ അർത്ഥം എന്തോ? തിങ്കളിന്റെ അർത്ഥം പറയും ചന്ദ്രൻ. മണ്ടയുടെ മൂണിന്റെ ദിവസം, മൂണാല് ചന്ദ്രൻ. ഇതൊക്കെ നമ്മുടെ സനാതന ധർമ്മത്തില്, നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളെ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അവരങ്ങ് നമുക്ക് പേരിട്ട് തന്നേക്കോ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. മനസ്സിലായോ? ഇതെല്ലാം നമ്മുടെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് എഴുതി തന്ന വേദാന്തങ്ങളിൽ. ഇപ്പൊ ഡോക്ടറൊക്കെ MBBS ഒക്കെ പഠിക്കുന്ന ഡോക്ടർമാരൊക്കെ, ഗൈനക്കോളജിസ്റ്റൊക്കെ ആവുന്നവർക്കൊക്കെ ഇതിനകത്ത് കപിലാവതാരം എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. അതിനകത്ത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് ആ അച്ഛന്റെ രഥസിൽ നിന്നും വരുന്ന ആ ബീജം അമ്മയുടെ അണ്ടത്തോട് ചേരുമ്പോൾ എത്ര ദിവസം കൊണ്ട്, അതായത് എത്ര നാഴിക, എത്ര വിനാഴിക പറയുമല്ലോ. ഒരു 9 മാസം 9 ദിവസം ഇത്ര നാഴിക, ഇത്ര വിനാഴിക എന്നൊക്കെ പറയുമല്ലോ. ആ കണക്കുകൾ മുഴുവൻ അക്കമിട്ട് ഇതിനകത്ത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വേദങ്ങളിലുണ്ട്. ഇത് കണ്ടിട്ടാണ് ഇന്നത്തെ ഗൈനക്കോളജിസ്റ്റ് എല്ലാം ഇതൊക്കെ പഠിച്ചത്, ആയുർവേദത്തിൽ നിന്നും അല്ലാത്ത വേദത്തിൽ നിന്നുമല്ല. പക്ഷെ നമുക്ക് ഇതിനോടൊക്കെ ഇത്രയും പേര് ഇരിക്കുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നിടത്ത് പ്രഭാഷണത്തിന് പോകും, കുറച്ചു പേരൊക്കെ ഇരിക്കും, കുറച്ചു പേര് പോകും. പക്ഷെ ഇതിന്റെയൊക്കെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നമ്മൾ ഉണ്ടായിരിക്കുന്ന മൂല്യച്യുതിയെ നമ്മൾ ഒരിച്ചിരി ഒന്ന് മാറ്റിയെടുക്കണം. വരാൻ പോകുന്ന നമ്മുടെ തലമുറയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഇച്ചിരി ഒന്ന് ബോധിപ്പിച്ചില്ലെന്നുണ്ടല്ലോ, നമുക്ക് ഭയങ്കര അവർക്ക് അവരുടെ ജീവിതത്തിൽ. ഇപ്പോൾ നമ്മുടെ പുരാണങ്ങൾ എന്തോ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിഹാസങ്ങൾ. നമുക്ക് 2 മുമ്പേ ഞാൻ പറഞ്ഞ 4 വേദങ്ങളുണ്ട്, 108 ഉപനിഷത്തുകളുണ്ട്, എത്ര ഇതിഹാസങ്ങളുണ്ട് നമുക്ക് അറിയോ? 2 മഹാഭാരതവും രാമായണവും. ഈ 2 ഇതിഹാസങ്ങൾ നമുക്കുണ്ട്. ഈ 2 ഇതിഹാസങ്ങൾ ഈ മക്കളെ പഠിപ്പിക്കുമ്പോൾ, ആ കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് പഠിപ്പിക്കുന്നത് എന്തോ? ഒരു ഉത്തമനായ പുത്രൻ എങ്ങനെയാകണം, അത് നീ രാമനെ കണ്ടു പഠിപ്പിക്കും. രാമൻ എന്തിനാ 14 വർഷം കാട്ടിൽ പോകേണ്ട കാര്യമുണ്ടോ? രാമൻ കാട്ടിൽ പോയി ദശരഥ മഹാരാജാവ് പറഞ്ഞു നീ പോകണ്ട. എന്തിനു? അച്ഛൻ കുഞ്ഞമ്മയ്ക്ക് കൊടുത്ത ഒരു വാക്ക്. അന്നൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കിന് അത്രയും വിലയുണ്ട്. അപ്പോൾ അച്ഛന്റെ വാക്കിനെ പാലിക്കാൻ വേണ്ടി രാമൻ കാട്ടിലോട്ട് പോകുന്നു. ഉത്തമനായ പുത്രനായിട്ട് രാമൻ നമ്മളെ കാണിച്ചിരുന്നു. ഉത്തമനായ സഹോദരനായിട്ട് രാമനും ശത്രുഘ്നനും ലക്ഷ്മണനും എല്ലാം ഒരു കുടുംബത്തിലെ കൂടുമ്പോൾ ഇമ്പമുള്ള ആ കുടുംബത്തിലെ എങ്ങനെ സഹോദരങ്ങൾ ഒന്നായിട്ട് കഴിയണം.
ഏകോദര സഹോദരങ്ങളെ പോലെ എങ്ങനെ കഴിയണം. രാമൻ 14 വർഷം കാട്ടിൽ പോയപ്പോ ഭരതൻ എന്ത് പറഞ്ഞെന്നറിയോ? ചേട്ടാ, ഞാൻ ഭരിക്കുകയില്ല, അങ്ങയുടെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുകയില്ലെന്ന് പറഞ്ഞിട്ട് ആ രാമന്റെ കിരീടവും രാമൻ കാലിലിടുന്ന പാതകവും കൂടെ വാങ്ങിക്കൊണ്ട് രാമൻ ഇരിക്കുന്ന സിംഹാസനത്തെ വെച്ച് 14 വർഷം പൂജിച്ചു സഹോദരൻ. ഇന്നത്തെ സഹോദരന്മാരെന്ത് ചെയ്യും? ഇന്നത്തെ സഹോദരന്മാർക്ക് അമ്മമാരെന്താ പറഞ്ഞു കൊടുക്കുന്നത്? അല്ലേ? ഇന്ന് സഹോദരന്മാര് കണ്ടാൽ തമ്മിലടിക്കുന്നില്ലേ? ഈ പുരാണം പഠിച്ചു കഴിഞ്ഞാൽ എന്താ സഹോദരി ബന്ധം ഉറക്കുന്നില്ലേ? അതേപോലെ തന്നെ സീതാദേവി, അപ്പൊ ഒരു വീട്ടിൽ നമ്മുടെ വീട്ടില് ഈ രാമനോട് 14 വർഷം കാട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ ഏറ്റവും മുന്നേ ഇറങ്ങിയതാരാണ്? സീതാദേവി. സീതാദേവിയോട് ആരും പറഞ്ഞില്ല കാട്ടിലോട്ട് പോകാൻ. സീതാദേവി എന്ത് പറഞ്ഞെന്നറിയാവോ? പതിവ്രതയായ ഒരു ഭാര്യ. ഇന്നത്തെ ഭാര്യമാരെ കണ്ടുപിടിക്കണം. രാമായണത്തിലൂടെ പറഞ്ഞു തരുന്നു, പതിവ്രതയായ സീതയെ കണ്ട് സീത പറഞ്ഞു, എന്നെ അഗ്നി സാക്ഷിയായിട്ട് മംഗല്യം കഴിച്ച എന്റെ ഭർത്താവിന്റെ കാലില് ഒരു മുള്ളു പോലും കൊള്ളുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് സീതാരാമൻ എന്നാണ് നമ്മൾ പറയുന്നത്. സീതാരാമൻ, പാർവതി പരമേശ്വരൻ, അല്ലേ? രാധാ കൃഷ്ണൻ, അല്ലേ? എപ്പോഴും ഭാര്യ ആ ഭർത്താവിനെ സംരക്ഷിച്ച് മുന്നിൽ തന്നെ പോകും, അല്ലേ? അങ്ങനെ അപ്പോൾ ഉത്തമയായ ഒരു ഭാര്യ എങ്ങനെയാകണം എന്ന് സീതയെ കണ്ടു പഠിക്കണമെന്ന് നമ്മൾ ആരോട് പറഞ്ഞു കൊടുക്കണം? നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. മോളെ, നീ രാമായണം പഠിച്ച് രാമായണത്തിലെ അല്ലാതെ അതുകൊണ്ടാണ് ഇത് പഠിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഭയങ്കര ആഘാടമായിട്ട് കല്യാണമൊക്കെ അങ്ങോട്ട് കഴിക്കും. 4-ാം ദിവസം താണ്ട കിടക്കുന്നു കുടുംബ കോടതിയിൽ. അങ്ങോട്ട് വന്നപ്പോ അവൻ വാട്സപ്പിൽ കൊടുത്ത മെസ്സേജ് ശരിയായില്ല. അതായത് ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്ക് എന്തോ സഹനശക്തി ആർക്ക് വേണം? പഴയ അമ്മമാർക്കൊക്കെ എത്ര സഹനശക്തി ഉണ്ടായിരുന്നല്ലേ? രാവിലെ എഴുന്നേറ്റ് പറമ്പിൽ പോയി ഇതൊക്കെ ഒടിച്ച് ചുള്ളിയൊക്കെ ഒടിച്ചുകൊണ്ട് അടുപ്പിൽ തീ കത്തിച്ച്, അല്ലേ? എന്നിട്ട് ചോറൊക്കെ വേവിച്ച് ഇന്ന് ടമ്മെന്ന് പറഞ്ഞ് ഗ്യാസിൽ സ്റ്റവും കത്തിച്ച്, അല്ലേ? അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് സഹനശക്തി ഇപ്പൊ പറയും നമ്മൾ തുല്യരാണെന്ന് പറയും. എത്ര തുല്യരാണെന്ന് പറഞ്ഞാലും സ്ത്രീയുടെ റോള് സ്ത്രീ ചെയ്യണം, പുരുഷന്റെ റോള് പുരുഷനും ചെയ്യണം, അല്ലെ? ഇപ്പോഴുള്ള പുതിയ പെൺകുട്ടികളോട് ചോദിച്ചു, കുഞ്ഞാമത്തെ പിള്ളേരോട് ചോദിച്ചാണ് കല്യാണം കഴിക്കുന്നത്. എനിക്ക് ജോലി കിട്ടിയിട്ട് കല്യാണം ഒത്തിരി പേര് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരുടെ അവയർനെസ് അങ്ങനെയാ പോകുന്നത്. അതായത് ഒരു കുടുംബം എങ്ങനെ, ഇപ്പോൾ നമ്മള് ശിവന്റെയും പാർവതിയുടെയും ഒക്കെ ഒരു ഫോട്ടോ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ട് ശിവനും പാർവതിയും മുരുകനും ഗണപതി ജ്ഞാനപ്പഴത്തിനായിട്ട് വഴക്കിട്ട കഥയൊക്കെ. ഇതെല്ലാം കഥയിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുക ഇങ്ങനെയാകണം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബം ഉണ്ടാകണമെങ്കിൽ ആ പാർവതിയെയും പരമശിവനെയും മുരുകനെയും ഗണപതിയും ഒക്കെ നോക്കിക്ക്. അച്ഛനും അമ്മയും, അല്ലെ? 2 മക്കളും കുടുംബമായില്ലേ? ഈ കുടുംബത്തിലെ എല്ലാവരും വ്യത്യസ്ത സ്വഭാവക്കാരാണ്. ഇപ്പൊ ഇവിടൊക്കെയാണ് നമ്മൾ കാറുണ്ട്. എന്റെ സ്വിഫ്റ്റിന്റെ കാറുണ്ട്, ഇല്ലെങ്കിൽ ടാറ്റയുടെ കാറുണ്ട്, പല പല വാഹനങ്ങളുണ്ട്. ഈ പരമശിവന്റെയും പാർവതിയുടെയും ഒക്കെ വാഹനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. പരമശിവന്റെ വാഹനം എന്തുവാ? കാള. പാർവതിയുടെ വാഹനം എന്തുവാ? സിംഹം, അല്ലെ? എപ്പോഴും ഭർത്താവിന് അങ്ങനെ. ഭർത്താവ് മാലയും വളയൊന്നും ഇട്ടില്ലെങ്കിൽ എന്റെ ഭാര്യയെ ഞാൻ സുന്ദരിയാക്കി നടത്തണം. നല്ല മാലയൊക്കെ ഇട്ട് കയ്യെ വളയൊക്കെ ഇടിച്ച് സുന്ദരിയാക്കി നടത്തണം, അങ്ങനല്ലേ? അപ്പൊ എനിക്കിപ്പോ സൈക്കിളാണെങ്കിലും കുഴപ്പമില്ല, എന്റെ ഭാര്യയ്ക്ക് നല്ല കാറ് വേണം, കാറിലേ വരാവൂ എന്ന് ഏതൊരു ഭർത്താവിനും ചിന്തയുണ്ടെന്ന് പരമശിവൻ നമ്മളെ കാണിച്ചു. എങ്ങനെ? പരമശിവൻ കാളപ്പുറത്ത്, ഇന്നത്തെ നമ്മുടെ സൈക്കിളാണ്. പക്ഷെ പാർവതി ദേവിക്ക് എന്തോ സിംഹം, അല്ലെ? പക്ഷെ ഈ സിംഹവും കാളയും തമ്മിൽ എന്തെങ്കിലും സാധിക്കുമോ? ഇവിടെ കാർ ഷെഡ് പണിതിട്ട് ഈ 2 കാറും കൂടെ ഒരു ഷെഡ് ഇടാൻ പറ്റും. കാളയും സിംഹത്തിനെയും കൂടെ ഒന്നിച്ച് നിർത്തി കഴിഞ്ഞാൽ 2ഉം കൂടെ കടി കൂട്ടി. പക്ഷെ പരമശിവന്റെ ഭർത്താവിന്റെ വാഹനത്തെ ഭാര്യയുടെ വാഹനത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ അവര് തങ്ങളുടെ ഒരു ഐക്യമായി, അല്ലെ? അതേപോലെ ഭഗവാന്റെ കഴുത്തിൽ എന്തോ ഉള്ളത്? ഭഗവാന്റെ ആഭരണത്തിന് പറയുന്ന പേരെന്തോ? ഭഗവാന്റെ ആഭരണത്തിന് എന്താ പേര് പറയുന്നത്? നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഞാൻ മാല, ഇത് എന്റെ മാലയോ, എന്റെ ആഭരണം. ഭഗവാന്റെ ആഭരണം എന്തുവാ? ശങ്കരാഭരണം. എന്തുവാ ശങ്കരാഭരണം?
പാമ്പ് ഇല്ലേ? അപ്പൊ ഈ പാമ്പ് ഇവിടെ മുരുകന്റെ വാഹനം എന്ന് ഈ മയിൽ ഈ പാമ്പിനെ കണ്ടത് മൊത്തത്തിൽ. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെ വാഹനമായിട്ട് ഇവർ തങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? അതേപോലെ ഗണപതിയുടെ വാഹനം എലി. എലിയെ ഇവരൊക്കെ വെറുതെ ഇതൊക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാം. നമ്മളെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഒരു വിഗ്രഹം കാണിച്ചിട്ട് നമ്മളെ ഇത്ര മനുഷ്യ നീ ഒരു കുടുംബമായി എങ്ങനെ ജീവിക്കണം. ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു വിചാരമുണ്ട്, എനിക്ക് 2 മക്കളായി, എന്റെ മോന് ജോലി കിട്ടി, മോന് പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ജീവിതം എല്ലാം സക്സസ് ആയി എന്നൊരു തോന്നൽ നമ്മുടെ ഇല്ല. നമ്മുടെ ജീവിതം പൂർണ്ണത എത്തുന്ന എപ്പോഴാണെന്നറിയോ? നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് വലുതായി കല്യാണം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി അവരുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കാണുമ്പോൾ പൂർണ്ണതയായി. ഇപ്പൊ അമ്മയ്ക്ക് പറയാൻ പൂർണ്ണതയായെന്ന് പറയാം. അമ്മയുടെ കുഞ്ഞുങ്ങളെയൊക്കെ അമ്മ കണ്ടു കാണും. അത്രയും ദൂരം പോകുന്നിടം വരെ ഈ ഭാര്യയും ഭർത്താവും കൂടെയുള്ള ചേർച്ച. അതിന്റെ ഒരു കഥയും കൂടെ പറഞ്ഞുതരാം. ഒത്തിരി സമയം ചെറിയ കഥയും കൂടെ പറയാൻ നിർത്താം. ഈ മോതിരമില്ലേ, മോതിരം, ഇത് എന്റെ ഭാര്യയുടെ മോതിരം അല്ലെ? നിങ്ങളുടെ എല്ലാം കല്യാണം കഴിച്ചവരുടെ കയ്യെ മോതിരം കിടക്കും. എന്തുകൊണ്ടാണ് ഈ മോതിരം ഈ വിരലിൽ ഇടുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ട്? ഈ വിരലിനൊക്കെ ഓരോ പേരുണ്ട്. തള്ള വിരല്, ചൂണ്ട് വിരല്, നടുവിരല്. ഇത് മോതിര വിരല് അല്ലെ? മോതിര വിരല്. ഇത് ചെറിയ വിരല് അല്ലെ? അപ്പം ഇത് ഈ ചൈനീസ് ഗ്രന്ഥത്തിലുള്ള ഒരു കഥയാണ്. ചൈനീസ് ഗ്രന്ഥത്തിൽ നിന്ന് പറയുന്നതാണ്. അതിനകത്ത് പറയുന്നത്, ഇപ്പം അത് വിത്ത് എക്സാമ്പിളാണ്. നിങ്ങളും വർക്കൗട്ട് ചെയ്യുക. എന്റെ കൂടെ തന്നെ ഞാൻ പറയുമ്പോൾ നിങ്ങളും അത് ചെയ്ത് നോക്കണം. ശരിയാണ്, ഞാൻ ചുമ്മാ കള്ളം പറയാണെന്ന് തോന്നരുത്. നിങ്ങളും പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ എനിക്ക് ഈ വിരൽ, ഇതിൽ 5 വിരലുണ്ട്, ഇതിലും 5 വിരലുണ്ട് അല്ലെ? അപ്പൊ ഞാൻ ഈ കൈ ചേർത്ത് പിടിച്ചിട്ട് എല്ലാവരും പ്രാക്ടിക്കൽ ചെയ്ത് നോക്കി. ചേർത്ത് പിടിച്ച് ഇത് നമ്മുടെ നടുവിരലാണ്. ഈ നടുവിരലിനെ ഞാനൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതല്ല, ഈ നടുവിരൽ ഇത് മോതിരവിരൽ. ഈ നടുവിരലിനെ ഇങ്ങനെ ചേർത്തിട്ട് ബാക്കി എല്ലാ വിരലിനെയും നമ്മൾ ചേർത്ത്. മനസ്സിലായി? അപ്പൊ ഈ ചേർന്നിരിക്കുന്ന ഈ നടുവിരലില്ലേ, ഇത് അനങ്ങാതെ ഈ വിരല് ഈ നടുക്കത്തെ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ നടുക്കത്തെ വിരല് അനങ്ങാതെ ഈ തള്ള വിരലിനെ എനിക്ക് അനക്കാൻ പറ്റും. കണ്ടോ? നിങ്ങളും ചെയ്ത് നോക്കി അനക്കാൻ പറ്റുന്നുണ്ട്. ഉറക്കം വരുന്നില്ല? ഇതേ ഇങ്ങനെ വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റില്ലേ? ഈ നടുക്കത്തെ വിരലില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു, ഈ നടുവിരൽ അനങ്ങാതെ ഈ വിരലിനെ എനിക്ക് അനക്കാൻ പറ്റും. അപ്പൊ എന്റെ മുമ്പിൽ ഒരാളെ നോക്കി ഞാൻ പറയാം, അനക്കാൻ പറ്റുന്നില്ലേ? ഈ ചൂണ്ടുവിരൽ അനക്കാൻ പറ്റും, ഈ ചെറുവിരൽ അനക്കാൻ പറ്റും. പക്ഷേ ഈ മോതിര വിടുന്ന വിരല്, ഈ നടുവിരൽ അനങ്ങാതെ ഒന്ന് അനക്കി നോക്കിക്കുക. ആരെങ്കിലും അനക്കാൻ പറ്റുമെങ്കിലും ഒന്നും പറ്റുന്നുണ്ടോ? ഇനി ഇതിന്റെ ശാസ്ത്രം പറയും. ശാസ്ത്രം ഇത് നമ്മളല്ല കേട്ടോ, ചൈനക്കാര് പറഞ്ഞ ശാസ്ത്രം, നമ്മളെ ശാസ്ത്രമല്ലേ. ഇത് ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഈ തള്ളവിരലുണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്ന പേര് തന്നെ എന്തുവാ? തള്ളവിരൽ. അപ്പൊ ഇത് നമ്മുടെ തള്ളയും തന്തയും, ഇത് അമ്മയും ഇത് അച്ഛനും. അപ്പൊ നമ്മുടെ ജീവിത വീതിയിൽ ഇപ്പം എന്റെ ഈ പ്രായമായപ്പോഴത്തേക്ക് എന്റെ അച്ഛൻ എന്നെ വിട്ടു. ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്റെ അമ്മയെ വിട്ടു അല്ലെ? പിടിച്ചു നിർത്താൻ പറ്റും. വന്നു, അവർക്ക് ആ ജീവൻ പോകേണ്ട സമയം പോകും അല്ലെ? അപ്പൊ ജീവിതത്തില് അതിനകത്ത് ഞാനപ്പനെ പറയും, കൂടിയല്ല ജനിക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു അല്ലെ? ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആൾക്കാര് അച്ഛനും മകനും ആരൊക്കെ ആണെങ്കിലും ഒന്നായിട്ട് ജനിച്ചവരാരെങ്കിലും? ആരും ഒന്നായിട്ട് ജനിക്കില്ല. കൂടി ജനിക്കുന്നുമില്ല, കൂടി മരിക്കുന്നുമില്ല. പിന്നെ ഈ മധ്യ ഇങ്ങനെ കാണുന്ന സമയത്ത് മത്സരിക്കണം. ആരും മത്സരിക്കരുത്, അതുകൊണ്ടാവും കേട്ടോ. നിർമ്മത്സരാണാം സദാ കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് എന്റെ അച്ഛനും അമ്മയും എന്റെ ജീവിത വീതിയിൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് എന്നെ വിട്ടിട്ട് പോകും. എല്ലാവർക്കും വിശദ ആണോ? കുടിച്ചിട്ടിരിക്കോ? എല്ലാവരും കഴിച്ചതാണോ? കഴിച്ചിട്ടിരിക്കോ? എന്നാ കുഴപ്പമില്ല, ഞാൻ പിന്നെ എന്നിട്ട് ഇവിടെ നോക്കണം. ഇതെന്റെ അച്ഛനും അമ്മയാണ്. എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് എന്റെ അച്ഛനും അമ്മയും എന്നെ വിട്ട് പിരിയും കേട്ടോ.
രണ്ടാമത് ഈ ചൂണ്ടുവിരലുണ്ടല്ലോ, ഇവിടെയാണ് പ്രാക്ടിക്കലി ഞാൻ നോക്കിയത് കേട്ടോ. ഈ ചൂണ്ടുവിരല് എന്റെ സഹോദരന്മാരാണ്. നമ്മൾ ഒരേ അമ്മയുടെ വയറ്റിൽ നിന്ന്, ഞാൻ പണ്ട് ഇവിടെ ഞങ്ങളൊക്കെ ആർമി ചേർന്ന കാലത്ത്, ഞങ്ങളൊന്നിച്ച് ട്രെയിനിങ്, ഇല്ലാസുമായിട്ട് ഒന്നിച്ച് ട്രെയിനിങ് ചെയ്ത കാലത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഇല്ലാസിന്റെ ഇളയ പെങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളൊരു നൈറ്റ് ഇവിടെ തങ്ങിയിട്ടാണ് പോയത്, കല്യാണം കൂടി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒന്നായിട്ട് എന്റെ സഹോദരന്മാരെല്ലാം എന്റെ കൂടെ ഉണ്ടായിരുന്നു, സഹോദരിമാരെല്ലാം ഒന്നിച്ചു വളർന്ന ഒരു കാലമാണ് അല്ലേ. പക്ഷേ ആ കാലം വിട്ട് ഇന്ന് നമ്മൾ കുടുംബസ്ഥരായപ്പോൾ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ കൂടെ ഉണ്ടോ? അപ്പോൾ ഈ സഹോദരന്മാരും നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു വേളയിൽ നമ്മളിൽ നിന്നും അകലും. ഉറപ്പല്ലേ? ഇനി പിന്നെ ബാക്കി എന്തുണ്ട്? ഇങ്ങനെ അറ്റത്താരാ ഉള്ളത്? ചെറുതാര നമ്മുടെ കുഞ്ഞുങ്ങൾ ഇല്ലേ? ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഒരു അവസ്ഥ വരുമ്പോൾ, അവരെ വിവാഹമൊക്കെ കഴിച്ചു വരുമ്പോൾ അവരുടേതായ ജീവിതത്തിലോട്ട് പോകും. പിന്നെ എന്നും ഒന്നായിട്ട് നിൽക്കുന്നവരാരായിരിക്കും? ഭാര്യയും ഭർത്താവുമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഈ വിരലിൽ മോതിരം ഇടിയിക്കുന്നത്. ഇത് ഭാര്യയും ഇത് ഭർത്താവുമാണ്. ആ ഭർത്താവിന് താങ്ങായി ഭാര്യയും ഭാര്യയ്ക്ക് താങ്ങായി ഭർത്താവും കാണുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചീർത്ത് വീർത്ത് നീർപ്പോള പോലെയുള്ള ഈ ദേഹത്ത് വീർപ്പ് മാത്രമുണ്ട്. ഞാനപ്പാനൊക്കെ പഠിക്കുമ്പോൾ പറയും, ചീർത്ത് വീർപ്പല്ല, നല്ല തീർത്തല്ല ഇരിക്കില്ലേ, ഇച്ചിരൂടെ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ പല്ലൊക്കെ പോകും, എല്ലാം നരക്കി. ഇപ്പോഴൊക്കെ നമ്മൾ നരയെല്ലാം ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം പോയി കഴിയുമ്പോൾ എന്തോ ബാക്കിയുണ്ട്. ഈ വീർപ്പെല്ലാം പോയി കഴിഞ്ഞാൽ ബാക്കി എന്തോ ഉണ്ട്? ആ എല്ല് മാത്രം അല്ലേ. അപ്പോൾ ആ അവസാനം വരെ ഒന്നായിട്ട് ജീവിക്കുന്ന ആരായിരിക്കും? ഭാര്യ. അതുകൊണ്ടാണ് ഒന്ന് ഈ മോതിര വിരലുണ്ടല്ലോ അനങ്ങത്തിൽ. ഇത് ആര് പറഞ്ഞ ശാസ്ത്രമാണ്? ചൈനക്കാരന്മാരാണ് നമ്മൾ പറഞ്ഞത്. ചൈനയിലെ ഒരു ഗ്രന്ഥത്തിൽ നിന്നും ആരോ പറഞ്ഞ് ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയ ഒക്കെ ഒത്തിരി കറങ്ങുന്നുണ്ട്, അതിൽ കൂടെ ഒക്കെ വന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ. അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ ഈ കലിയുഗത്തിലൊത്തിരി നമ്മളുടെയൊക്കെ വിചാരം ഈ ആത്മീയത, ഇതിലെ ആത്മീയതയിൽ പെടുന്നത് നമ്മുടെ. ഇപ്പൊ എന്റെ വിചാരം, ഞാനാണ് ഈ ശരീരമാണ് ഞാനാണോ? ഈ എന്നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്. നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ ഉണ്ടല്ലോ, ആദ്യം കണ്ടുപിടിച്ചത് എന്താണെന്ന്? ആദ്യം കണ്ടുപിടിച്ച ഋഷീശ്വരന്മാര് ഈ ശരീരം എവിടെ നിന്ന് വന്നു മനസ്സിലാവുന്നു. അവരൊക്കെ സയന്റിസ്റ്റ് ആയിരുന്നു. അവരാദ്യം ഇങ്ങനെ അന്വേഷണം. സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അവരന്വേഷിച്ചോണ്ടേയിരിക്കും. ഇപ്പം ഈ നമ്മുടെ മിസൈലൊക്കെ വിടുന്നില്ല, അവരൊക്കെ അന്വേഷിക്കുക. ഇത് ചന്ദ്രനോട്ട് വിട്ടാൽ അവിടെ ചെന്നാൽ ഇത് എന്ത് സംഭവിക്കാം? അതിനെ അവർ അഡ്വാൻസ് ആയിട്ട് ഇവിടെ കണക്കൂട്ടി എല്ലാം ക്രിയേറ്റ് ചെയ്താണ് എല്ലാം വിടുന്നത് അല്ലെ. അതേപോലെ നമ്മുടെ ഋഷീശ്വരന്മാർ ആദ്യം ചിന്തിച്ചത് എന്താണെന്നറിയോ? ഈ ശരീരം എവിടെ നിന്ന്? ഇപ്പൊ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒന്നും ഉണ്ടാകത്തുള്ളൂ അല്ലെ. അപ്പോൾ അവർ കണ്ടുപിടിച്ചു ഈ ശരീരം ഉണ്ടായത് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ ഭൂമി, അഗ്നി, വായു, ജലം, ആകാശം. ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് നിന്നും ഈ ശരീരം ഉണ്ടായി. അപ്പോൾ കഴിച്ചില്ല. അപ്പോൾ ഈ ശരീരം ഉണ്ടായത് എവിടെ നിന്നാ? പഞ്ചഭൂതങ്ങളിൽ. അപ്പോൾ ഈ ശരീരത്തിന് ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ഒരാത്മാവുണ്ടല്ലോ, ആ ആത്മാവ് എവിടെ നിന്ന് വന്നു? ഇത് രണ്ടും അവർ അന്വേഷിച്ചതാണ് ആദ്യം കേട്ടോ. ആദ്യം അന്വേഷിച്ചു ഈ ശരീരം എവിടെ നിന്ന് വന്നു? പഞ്ചഭൂതങ്ങളിൽ നിന്ന്. എങ്ങനെ പറയാം പഞ്ചഭൂതങ്ങളിൽ നിന്നാ വന്നേ? ആന്ധ്രയിലോ കർണാടകയിലോ അതിനപ്പുറത്ത് എവിടെയോ
ഏതോ ഒരു കർഷകൻ വിതച്ച വിത്തിൽ ആകാശത്തിൽ നിന്നും പെയ്ത മഴയിൽ കിളിർത്ത ധാന്യം അല്ലെ, അത് അവിടെ നിന്നും അവരതിനെ കൃഷി ചെയ്ത് അവിടെ എല്ലാം ഒന്നായി കൂട്ടി അതിനെ അവരവിടെ കെട്ടി ഒരു ട്രെയിനിൽ കയറ്റി നമ്മുടെ അടുത്തുള്ള റേഷൻ കടയിലോ നമ്മുടെ കടകളിലോ കൊണ്ടു തന്നു. അവിടുന്ന് നമ്മൾ വാങ്ങിക്കഴിച്ച ധാന്യം, ആ അച്ഛൻ കഴിച്ച ധാന്യം അല്ലെ, ആ കഴിച്ച ആഹാരത്തിൽ നിന്നും ധാന്യത്തിൽ നിന്നും നമ്മൾ കഴിച്ച ആഹാരത്തിൽ കൂടുതലും വെറുതെ പോകും. അതിൽ നിന്നൊരു ബീജം ആ രക്തത്തിൽ കലർന്ന് അതിൽ ഏതോ ഒരു പുണ്യം ചെയ്ത ഒരു ധാന്യത്തിൽ നിന്നും ഉണ്ടായ ഒരു ബീജം ആണ് ഒരു അണ്ടത്തിനോട് ചേരുന്നു. അതാണ് ഒരു കുട്ടിയായി അല്ലെ, ഒരു ജന്മമായിട്ട് വരുന്നത് അല്ലെ. അപ്പോൾ ഈ പ്രകൃതിയിൽ നിന്നും തന്നെയല്ലേ ഈ ധാന്യങ്ങൾ ഉണ്ടായി. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും ഈ ഉണ്ടായ ഈ ശരീരം അല്ലെ. അപ്പോൾ ഈ ശരീരം പഞ്ചഭൂതങ്ങളിൽ നിന്നാ ഉണ്ടായെങ്കിൽ ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന ആത്മാവ് എവിടെ നിന്നുണ്ടായി? ആത്മാവ് വന്നത് ആ ഭഗവത് ചൈതന്യത്തിൽ. അപ്പൊ അതിനാണ് പറയുന്നത് നമുക്ക് ജീവാത്മാവും പരമാത്മാവും ഉണ്ട്. എപ്പോൾ ആ ഭഗവാനിൽ നിന്നും ആ ജീവാത്മാവ് ഈ ശരീരത്തെ എപ്പോൾ സ്വീകരിച്ചോ, ജീവാത്മാവ് അല്ല പരമാത്മാവ് എപ്പോൾ ഈ ശരീരത്തെ സ്വീകരിച്ചപ്പോൾ ആ ആത്മാവിന്റെ പേരെന്തുവായി? ജീവാത്മാവ്. എപ്പോൾ മണ്ണുകൊണ്ട് നമ്മളൊരു കുടമുണ്ടാക്കി, കുടം അല്ലെ. അപ്പൊ ആ മണ്ണാണ് അതിനെ നമ്മൾ ഷേപ്പ് ഉണ്ടാക്കി കുടമാണ്. കുറെ കഴിഞ്ഞപ്പോ ഈ കുടം പൊട്ടി, അതവിടെ പോയി ചേരും, ആ മണ്ണിൽ തന്നെ പോയി എന്ന് പറഞ്ഞ പോലെ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഈ ശരീരം വന്നത്. അപ്പോൾ അവരന്വേഷിച്ചു ഈ ആത്മാവ് എവിടെ നിന്നാണ് വന്നത്? ആ ഭഗവാനിൽ നിന്ന് അല്ലെ. ആ പരമാത്മാവ് എപ്പോൾ ഈ ശരീരത്തെ സ്വീകരിച്ചപ്പോൾ ജീവാത്മാവായി ഇതിനുള്ളിൽ കുടികൊള്ളു അല്ലെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ സനാതന ധർമ്മത്തില് മറ്റുള്ളവരൊക്കെ കുഴപ്പമില്ലല്ലോ പറയുന്നത്. അപ്പൊ പറയും എടുത്ത് ഇത്ര നേരം എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ എല്ലാരും കഴിച്ചതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പറയാം. അപ്പം ഈ നമ്മൾ തന്നെ നമ്മുടെ സംസ്കാര കർമ്മം ചെയ്തില്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താ ചെയ്യുന്നത്? നമ്മൾ സനാതന ധർമ്മത്തിലെ ആ ദേഹത്തിൽ നിന്ന് ദേഹി പോയി കഴിയുമ്പോൾ ആ ദേഹിയെ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ അഗ്നിയിൽ ചേർന്നു. അന്തരീക്ഷത്തിൽ വായുവിൽ ചേർന്നത് പുകയായിട്ട് വായുവിൽ പോയി ചേർന്നു അല്ലെ. ഇങ്ങനെ ഓരോന്നിലും പോയി ലയിച്ചു. അവസാനം കുറെ എല്ലൊക്കെ എങ്ങും ചേരാതെ കിടക്കും. ആ എല്ലിനെയാണ് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മളൊന്ന് ശ്രദ്ധിക്കാതെ ഈ സഞ്ചേത കർമ്മമൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് അറിയോ? ആ എല്ല് പൊടിയാതെ കിടക്കുന്ന എല്ലുണ്ടല്ലോ, ഈ എല്ലിനെ എടുത്തിട്ട് ഈ കറയുള്ള വൃക്ഷത്തിന്റെ ചുവട്ടിൽ മൺകുടത്തിനകത്തിട്ട് പട്ടിട്ട് കെട്ടിക്കൊണ്ട് നമ്മൾ കെട്ടിവെക്കത്തില്ലേ, ആ 7 ദിവസം കൊണ്ട് അവിടെ എന്താ നടക്കുന്നത് അറിയോ? ആ കറയുള്ള വൃക്ഷത്തെ കൊണ്ട് കെട്ടുമ്പോ ആ 7 ദിവസം കൊണ്ടുണ്ടല്ലോ ആ എല്ലെല്ലാം പൊടിഞ്ഞ് പൗഡറാവും. നമ്മളതിന് തുറന്നു നോക്കത്തില്ല. കാര്യം നമ്മുടെ പൂർവികരായ നമ്മുടെ അച്ഛൻ്റെ അപ്പൂപ്പന്റെ ആരുടെങ്കിലും ആയിരിക്കും. പക്ഷെ അതിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഇതാണ്, ആ എല്ല് പൊടിയാണ്. കാര്യം ബാക്കിയെല്ലാം പോയി ചേർന്നു പഞ്ചഭൂതത്തില്. ഈ ചേരാനായിട്ട് ഈ എല്ലും പല്ലുവല്ലേ ഉള്ളൂ, ദ്രവിക്കാത്തത്. അപ്പോൾ അതിനെ ഈ കറയുള്ള വൃക്ഷത്തെ കെട്ടുമ്പോൾ അത് പൊടിയും. അതിനെയാണ് നമ്മൾ എവിടെ കൊണ്ട് ലയിപ്പിക്കുന്നത്? നമ്മൾ കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോ ആ വെള്ളത്തിൽ അങ്ങ് ലയിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ശരീരം വന്നത് എവിടെ നിന്നതാണ്? പഞ്ചഭൂതത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ശരീരം എങ്ങോട്ടാണ് പോകേണ്ടത്? പഞ്ചഭൂതത്തിലോട്ട് നമ്മൾ വിട്ടു അല്ലെ. അപ്പോൾ അടുത്ത ചോദ്യം, അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ആത്മാവ് എവിടെ നിന്ന് വന്നു? ഭഗവാന്. അപ്പൊ ആത്മാവ് എവിടെ പോയി ചേരും? സ്വർഗത്തിൽ നിന്നല്ല, ആ ഭഗവാനിൽ പോയി ചേരും. അപ്പോൾ ഇവിടെ പറയുന്നതിന്റെ ഇതാണ്, അതായത് 84 ലക്ഷം ജന്മങ്ങളാണ് ഒരു ജീവൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് അർജുന പറഞ്ഞത് നൈനം ചിന്തന്തി ശസ്ത്രാണി. അർജുന, ഈ ആത്മാവ് ശസ്ത്രങ്ങളാൽ മുറിക്കപ്പെടുന്നില്ല, അഗ്നിയാൽ ദഹിക്കപ്പെടുന്നില്ല, വെള്ളത്താൽ നനയ്ക്കപ്പെടുന്നില്ല, വായുവിനാൽ ഉണക്കപ്പെടുന്നില്ല. ഈ ശരീരത്തിൽ നിന്നും ഈ ആത്മാവ് പോയാൽ അടുത്ത ശരീരം, അതായത് എപ്പോൾ ഞാൻ പുതിയ ഒരു വസ്ത്രം മേടിച്ചിട്ട് ആ പുതിയ വസ്ത്രം ഞാൻ എന്റെ ശരീരത്തിൽ ഇട്ടിട്ട് ആ പഴയ വസ്ത്രത്തെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കുന്നു,
മനസ്സിലായോ? അതുപോലെയാണ് ഈ ശരീരത്തിനെ ഈ ആത്മാവ്. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓരോരോരോ പ്രായങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോ ഉണ്ടല്ലോ, നമ്മുടെ പറഞ്ഞല്ലോ 4 വർണ്ണാശ്രമ ധർമ്മം പറഞ്ഞു. ആദ്യത്തെ കുഞ്ഞിന്റെ ഇവർ പഠിക്കേണ്ട ആദ്യത്തെ 25 വർഷം 4ആയിട്ട് 100 ഡിവൈഡഡ് ബൈ 4 25 അല്ലെ? ആ 25 ആദ്യത്തെ 25 ബ്രഹ്മചര്യം ചെയ്തു. ബ്രഹ്മചര്യത്തിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? അവർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇപ്പോഴല്ല, മുന്നോട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അവരെ ഉണ്ടല്ലോ, അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കണം. ഈ പ്രായത്തിൽ ഈ കുഞ്ഞിന് എന്തെങ്കിലും അതിന്റെ തലയിൽ അത് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് അവസാനം വരെ അതിന് ഓർമ്മയില്ല, അല്ലേ? അതുകൊണ്ട് നമ്മൾ പറയത്തില്ലേ, കതിരെ കൊണ്ട് വളം വെക്കിട്ട് പ്രയോജനം, എവിടെ വളം വെക്കണം. അതേപോലെ തന്നെ വേറെ ഒരു കാര്യമുണ്ട്. എപ്പോൾ ഗർഭാവസ്ഥയില് നമ്മളൊക്കെ ഇപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടില്ലേ നമ്മൾ പറഞ്ഞു വരുന്ന പോലത്തില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ ഇപ്പൊ? അപ്പൊ എന്താ പറഞ്ഞു അല്ലേ? കുഞ്ഞുങ്ങളെ, അതായത് ബ്രഹ്മചര്യം. ഈ ബ്രഹ്മചര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവര് പഠിക്കേണ്ട കാലഘട്ടത്തിൽ അവരെ പഠിക്കാൻ അനുവദിക്കണം. അവരെ ഒരു ഷെഡ്യൂൾഡ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് നമ്മളിൽ എന്ന് പറഞ്ഞാൽ സനാതനികളായിട്ടുള്ള ഈ കുറി തൊടുന്ന ഈ ക്ഷേത്രത്തിൽ പോകുന്ന ഇത്രയും നല്ല ഒരു പാരമ്പര്യം നമുക്ക് നമ്മുടെ പൂർവികരായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സംസ്കാരം നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ആ സംസ്കാരത്തിനെ നമുക്ക് പകരുവാൻ സാധിക്കാതെ വരുമ്പോൾ, അല്ലെ? അപ്പൊ അതിരാവിലെ കുഞ്ഞുങ്ങളോട് പറയുക, മക്കളെ അതിരാവിലെ ഉണരൂ, കരാഗ്രെ, എങ്ങനെ, അതെല്ലാം സയൻസ് ആകട്ടോ. ഈ പറയുന്ന മുഴുവൻ സയൻസ് ആണ്. ദൈവം എന്നൊരു ഭാവം നമ്മളെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് നമുക്കൊരു ഭയമുണ്ടാകുക. നമ്മളെ കുഞ്ഞുങ്ങളോട് പറഞ്ഞില്ലേ, മോനെ അച്ഛൻ വരും, അത് അവിടെ നോക്കാൻ പറ്റില്ല. അച്ഛൻ എന്നുള്ള ഒരു പേടി ആ കുഞ്ഞിൽ വരുത്തിയിട്ട് അവനെ ആ ഭയത്തിൽ അത് തെറ്റാ, അത് ചെയ്യരുതേ കുഞ്ഞെ എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത്. അതേപോലെ ഭഗവാൻ എന്ന് പറഞ്ഞ് ഒരു ഭയം നമുക്ക് തന്നിട്ട്, ആ ഭഗവാൻ എന്നൊരു ഭയം നമുക്ക് തന്നിട്ട് പറയുന്നു അങ്ങനെ ചെയ്യരുതേ. അത്രേ ഉള്ളൂ. ഇപ്പൊ അതിരാവിലെ ഇപ്പൊ ഡോക്ടർമാരൊക്കെ പറയാ, രാവിലെ എണീക്കുമ്പോ എവിടെ എന്താ പറയാ, വലതുവശം ഇങ്ങനെ പറയത്തില്ല, ഇല്ലെങ്കിൽ എന്തോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും പറയത്തില്ല. അതായത് നമ്മുടെ ഹൃദയം ഇവിടെ ഇരിക്കുന്നു, നമ്മൾ രാത്രി മുഴുവൻ കിടന്നുറങ്ങും, അല്ലെ? ഈ രാത്രി മുഴുവൻ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളൊക്കെ ഉണ്ട്. ഈ ഹാർട്ടൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ പറയും ഇതിനകത്ത് ഒത്തിരി ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളൊക്കെ ഉണ്ട്. ഈ ഹാർട്ടിന്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവര് വെളിയിൽ ഫിറ്റ് ചെയ്ത് വെളിയിൽ നിന്ന് കണക്ഷനൊക്കെ കൊടുത്തിട്ടാണ് ഇത് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പം ഈ രാത്രി നമ്മൾ ഈ പകല് മുഴുവൻ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നു, നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ആ എത്രയും കറണ്ട് നമുക്ക് വേണം അത് ഉത്പാദിപ്പിക്കുന്നു, അത് നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ രാത്രിയിൽ നമ്മൾ 12 മണിക്കൂർ ഇല്ലെങ്കിൽ 8 മണിക്കൂർ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഇലക്ട്രിക്കൽ കറണ്ട് എന്ത് ചെയ്യും? നമ്മളിൽ അത് എക്സസൈസ്, അത് മുഴുവൻ ഇതാകാതെ നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കും. അപ്പോൾ എന്ത് ചെയ്യും? രാവിലെ നീ എണീറ്റ ഉടനെ എന്ത് ചെയ്യണം? നമ്മൾ പറയത്തില്ലേ, ഇപ്പൊ ഇവിടെ എർത്തടിക്കുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറയാം? അതിനൊരു എർത്ത് കൊടുക്കാൻ പറയും, അല്ലേ? എർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള കറണ്ടിനെ ഒരു എർത്ത് കൊടുത്തിട്ട് ആ കറണ്ടിനെ ഭൂമിയിലോട്ട് വിടാൻ പറയും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞു, നീ പെട്ടെന്ന് ഇങ്ങനെ ചാടി എണ്ണീറ്റ ഉടനെ എണ്ണീറ്റ് നടന്നാൽ നിനക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അതുകൊണ്ട് നീ എണ്ണീറ്റ ഉടനെ 3 സെക്കൻഡ് ഇരിക്കണം. അപ്പൊ 3 സെക്കൻഡ് ഇരിക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും ഇരിക്കുവോ? ഉടനെ നമ്മുടെ ടീച്ചർമാർ ഒരു ശ്ലോകം എഴുതി വെച്ചു, കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സദാ ഗൗരി പ്രഭാതേ കരവന്ദനം എന്ന് പറഞ്ഞ കരമൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ 3 സെക്കൻഡ് ആയി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, നിന്റെ ശരീരത്തിലുള്ള കറണ്ടിനെ എങ്ങോട്ട് പാസ് ചെയ്യണം? കൂടുതൽ ഈ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു മാറ്ററാണിത്. ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന വെളുപ്പിന് 5-നും 6-നും ഇടയ്ക്കുള്ള സമയത്താണ്. ഈ എണ്ണീറ്റ ഉടനെ ആൾക്കാർ ഇങ്ങനെ എണ്ണീറ്റ് ഓടുമ്പോൾ ചിലർക്കൊക്കെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വീഴും. അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എക്സസ് ആകുന്ന ഈ കരണ്ടിനെ നമ്മളെ എർത്തിങ് ചെയ്ത് താഴോട്ട് വിടും. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ചെയ്യുമോ? ഉടനെ ഭഗവാന്റെ പേര് പറയും, സമുദ്രവസനേ ലക്ഷ്മി പർവ്വതസ്തന മണ്ഡലേ ഹരിപ്രിയേ ലക്ഷ്മി പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞൊരു ശ്ലോകം ചൊല്ലിയിട്ട് ആ പാദസ്പർശം, ആ എന്റെ കാല് അമ്മേ നിന്റെ മാറിലോട്ട് എന്റെ കാല് വെക്കുന്നതിനേക്കാട്ടിലും മുമ്പ് ഞാന് അമ്മയെ ഒന്ന് തൊട്ട് വന്ദിച്ചോട്ടെ. അങ്ങനെ തൊട്ട് വന്ദിച്ചപ്പോൾ എന്നിലുള്ള കരണ്ടെല്ലാം പോയി.
അല്ലേ? അപ്പൊ ഇങ്ങനെ ഇതൊക്കെ സയൻസ് ആണ്. ഇപ്പൊ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ പറയും. സത്യത്തിൽ ഈ അമ്പലമില്ല, അമ്പലം ക്ഷേത്രത്തിന് നമ്മള് ക്ഷേത്രം എന്നല്ലല്ലോ പറയുന്നത്. എന്താ പറയുന്നത്? അമ്പലം. അമ്പലം എന്ന് പറയുന്ന വാക്ക് കൊണ്ട് നമുക്ക് അൻപ്. അൻപ് നമ്മൾ മലയാളികൾ അൻപെന്ന് പറയും. അൻപെന്ന് പറഞ്ഞാൽ തമിഴാണ്. അൻപിന്റെ ഇല്ലം, അൻപിന്റെ ആലയം, അൻപിന്റെ സ്നേഹത്തിന്റെ വീട്, അതാണ് അമ്പലം. മനസ്സിലായോ? അൻപാലയം. അൻപാലയം ലോപിച്ച അമ്പലമായി. മനസ്സിലായോ? അപ്പൊ ആ അമ്പലം എന്ന് പറഞ്ഞുകൊണ്ട് അൻപിന്റെ ആലയം, അതാണ് അമ്പലം എന്ന് നമ്മൾ പറയുന്നത്. നമ്മളെ അമ്പലം എന്നല്ല. അപ്പൊ ഇങ്ങനെ ഓരോരോ തത്വബോധങ്ങൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വന്നത് ഇതാണ്. അതായത് നമ്മളെ അമ്പലത്തിൽ എന്തിനാ വിടുന്നതെന്നറിയോ? എന്തിനാ വിടുന്നത്? ഇപ്പൊ ഞങ്ങളൊക്കെ ഈ കോഴ്സിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളെ രാവിലെ വെളുപ്പിനെ 5 മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും വെളിയിറങ്ങി എല്ലാം റെഡിയായിട്ട്. എന്തിനാണെന്നറിയോ? ഞങ്ങളെ ഫിസിക്കൽ എക്സർസൈസ്. പോലീസുകാരൊക്കെ രാവിലെ PT, ഫിസിക്കൽ എക്സർസൈസ്. ഇപ്പൊ സാധാരണ നമ്മളെ കൂട്ടുള്ള വീട്ടിൽ കിടന്നു ഇതുകൊണ്ട് വാർപ്പ് കെട്ടിടമൊക്കെ ഇട്ട് കിടന്ന് ഉറങ്ങുന്നവർക്ക് പണ്ടൊക്കെ പഴയ വീടൊക്കെ ആയിരിക്കും സൂര്യൻ അവിടെ നിൽക്കുമ്പോൾ വെട്ട വീടടിക്കും. അപ്പൊ തന്നെ ഇപ്പൊ ആരെങ്കിലും AC കൂടെ ഇട്ടാ പറയുകയില്ല. അപ്പൊ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമല്ലോ. അപ്പൊ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോ നമുക്ക് എക്സർസൈസ് ഒന്നുമില്ല. ഇപ്പൊ പിന്നെ ഈ വണ്ടിയും കാറും വന്നപ്പോ എക്സർസൈസേ ഇല്ല. അപ്പൊ ഈ അമ്പലത്തിൽ പഴയ കാലത്ത് പോകാൻ പറയുന്നത് എന്താ അറിയോ? അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണ്ണീക്കുന്നു, ആ ക്ഷേത്ര കുളത്തിൽ പോയിട്ടൊന്ന്. അപ്പൊ രാവിലെ നമ്മള് പ്രഭാതത്തിലെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് കുളിക്കാനായിട്ട് മുങ്ങി കുളിച്ച് ഈ ഈറനായിട്ടുള്ള ആ മുണ്ട അങ്ങോട്ട് ഉടുത്തിട്ട് എന്നിട്ട് ക്ഷേത്രത്തിന് ചുറ്റും. അപ്പൊ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോ തന്നെ ക്ഷേത്രത്തിന്റെ ആദ്യം ഒരു ആൽമരം വെച്ചു. അല്ലേ? ആലായാൽ തറ വേണം, അടുത്തൊര, അതൊക്കെ ഈ പണ്ടത്തെ ചുമ്മാന്ന് പറയുന്നത്. അവിടെ ഈ ആല് വെച്ചിരിക്കുന്നത്. അപ്പൊ ആലിനെ നമ്മളോട് പറഞ്ഞു, ഈ ആലെന്ന് പറയുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരനാണ്. എന്തോ ഇത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരനാണ്. ഈ ആലിനെ നീ വലം വെക്കണമെന്ന് പറയും. എന്തിനാ ഈ വൃക്ഷലതാദികളെല്ലാം കാർബൺ ഡയോക്സൈഡ് ആണ് വെളിയിലോട്ട്. നമുക്കെന്താ ശ്വസിക്കാൻ വേണ്ടത്? ഓക്സിജൻ. ഇപ്പൊ ഈ ആലും ഓക്സിജൻ ആണ് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ നീ ആ ബ്രഹ്മമുഹൂർത്ത രാവിലത്തെ ആ നല്ല അന്തരീക്ഷത്തില് നീ ആ ആലിന് 7 വലം വെക്കാൻ പറഞ്ഞപ്പോ ആ രാവിലെ നല്ല ഫിൽട്ടർ ആയിട്ടുള്ള നല്ല ആ ഓക്സിജനെ നീ ശ്വസിക്കുക എന്ന് നമുക്ക് ദൈവത്തിന്റെ പേരിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരനാണെന്ന് പറഞ്ഞ് നമ്മൾ ചുറ്റിയപ്പോ നല്ല ശ്വസനം കിട്ടി, നല്ല ഓക്സിജൻ കിട്ടി. അല്ലെ? അത് കഴിഞ്ഞ് ആ ക്ഷേത്രത്തിന്റെ ഇപ്പൊ അവരല്ല ഗർഭഗൃഹ ശിരോപ്രോക്തമന്തരാണെന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിന് വെളിയില് നമ്മളെ ഈ കുളിച്ചിട്ട് ഈറനായിട്ട് ആ മുണ്ടിങ്ങനെ ഉടുത്തു കഴിയുമ്പോൾ അതിലൊരു ചെറിയൊരു എനർജി, ഹീറ്റ് എനർജി, അതുകൊണ്ട് നമ്മുടെ വയറ്റിൽ അവശേഷിക്കുന്നതും കൂടെ ദഹിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾ ഒരു 4 വലത്തോ 7 വലത്തോ ആ ചുറ്റമ്പലത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് അകത്ത് കയറി ശ്രീകോവിൽ ഒരു 3 4 വലത്തൊക്കെ വെച്ച് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ രാവിലെ ഈ പട്ടാളക്കാരൻ പോലീസുകാരെയൊക്കെ അരമണിക്കൂർ PT ചെയ്യുന്നതിന് ഈക്വലാക്കും 7 വലം ആലിന് വെക്കുമ്പോൾ. ഇപ്പൊ ആരും വലം വെക്കത്തില്ല, ഓടിപ്പോയി കോടാലി നമസ്കാരമുള്ള സ്ഥലം തട്ടുന്ന ഒറ്റ. അങ്ങനല്ല, ഓണം ഇങ്ങനെ അത് പ്രദക്ഷിണം എങ്ങനെ വെക്കുന്ന പതേ എങ്ങനെ ഗർഭിണിയായ ഒരു പൂർണ്ണ ഗർഭിണി, ആ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ തലയിലോട്ടുണ്ടല്ലോ ഒരു എണ്ണ നിറച്ച് തുളുമ്പുന്ന ഞങ്ങളുടെ എണ്ണ നിറച്ച ആ കുടത്തിനെ തലയിലോട്ട് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആ ഗർഭിണിയോട് പറയാ ആ എണ്ണ തുളുമ്പാതെ മുന്നോട്ട് നടക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ നടക്കും? പതേ. അങ്ങനെ പതേ ചെയ്യുമ്പോഴാണ് അരമണിക്കൂറിന്റെ PT എക്സർസൈസ് ആ ദൈവമാണെന്ന് പറഞ്ഞുള്ള പേരിൽ നമ്മളെ കൂട്ടി. അല്ല, ഇതിനകത്തൊന്നും വേറെ സംഭവങ്ങളൊന്നുമില്ല. എല്ലാം ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു പേരിൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കും കേട്ടോ. അപ്പൊ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ നേർവഴിക്ക് നയിക്കുക, തെറ്റായ വഴിയിൽ കൂടെ പോകാതെ
ആ ഭഗവാൻ എന്നുള്ള ഒരു ഭയഭക്തി ബഹുമാനത്തോടെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ നേർവഴിക്ക് നമ്മളെ നയിക്കും എന്ന തത്വബോധമാണ് നമ്മളെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാൻ ഇനി ഒത്തിരി നേരം പറയുന്നില്ല. ഞാൻ എപ്പോഴും പോകുന്നിടത്തൊക്കെ ഒരു കാര്യം പറയും കേട്ടോ. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നവർക്ക് എപ്പോഴും ഇത് പുതിയൊരു വേദിയാണ്. അപ്പൊ ഇവിടെ ഞാൻ പറയുമ്പോൾ കേട്ടിട്ടില്ലാത്തവർക്കും കേൾക്കാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ സമൂഹത്തില്, ഹിന്ദു സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ഭാരതഭൂമിയുടെ സംസ്കാരം അനുസരിച്ച് ഇവിടെ ഇരിക്കുന്ന പ്രായമായ ഏറ്റവും പ്രായം കൂടിയ അമ്മയെയോ അച്ഛനെയോ ആരാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആര് വന്നാലും ഏറ്റവും കൂടുതൽ ബഹുമാനം ആർക്ക് കൊടുക്കും? നമ്മളിൽ ഏറ്റവും പ്രായം കൂടുതൽ ആർക്കുണ്ടോ അവർക്കാണ് കൊടുക്കുന്നത്, അല്ലെ? അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. പക്ഷെ പാശ്ചാത്യ സംസ്കാരം എന്തുവാ? പാശ്ചാത്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചോ, കുഞ്ഞായോ, ഇവർ രണ്ടും വിളിച്ചു, കുഞ്ഞിനെ വേറെ വിളിക്കും, പിന്നെ ഇവര് പോയി വേറെ കല്യാണം കഴിക്കും, വേറെ വിളിക്കും. അവിടെ ഒന്നും സംസ്കാരമില്ല. കുടുംബം ഉണ്ടാകുന്ന ഇമ്പം ഉണ്ടാകുന്ന ആ കുടുംബത്തിന്റെ സംസ്കാരം മുഴുവൻ നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ. ഈ ഭാരതം മാതിരിയുള്ള സംസ്കാരം ഈ ലോകത്തിൽ, അതുകൊണ്ടാണ് പൂന്താനം പറയുന്നത് ഈ ഭാരത ഭൂമിയില് ഒരു പുല്ലായി പിറക്കുന്നത് തന്നെ പുണ്യമാണ്. ഈ ഭാരത ഭൂമിയിലുണ്ടല്ലോ എത്ര ഭൂഖണ്ഡങ്ങളുണ്ട്, ഈ ഭാരത ഭൂഖണ്ഡത്തില് ഒരു പുല്ലായി പിറന്നാൽ അതും ഭാഗ്യമെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഭാരതീയ സംസ്കാരത്തിലെ മുതിർന്നവരെ, പ്രായമായവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കും. പക്ഷേ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഇപ്പോൾ വൃദ്ധസദനങ്ങൾ കൂടി വരുക, അല്ലേ? ഈ വൃദ്ധസദനങ്ങൾ കൂടി വരുവാൻ കാരണം എന്തോ? നമ്മൾ പാശ്ചാത്യരെ അനുകരിക്കാൻ പോയപ്പോൾ, മുമ്പേ ഞാൻ പറഞ്ഞു സൺഡേ മൺഡേ പറഞ്ഞപ്പോൾ, സൺഡേ ഞായറിനെ അവര് ഇംഗ്ലീഷിൽ പേരിട്ട് നമുക്ക് സൺഡേ എന്ന് പറയുന്നില്ലേ? നമ്മുടെ ഞായറിനെ അവർ സൺഡേ നന്നായി, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷിനെ എടുത്ത് മംഗ്ലീഷാക്കി നമ്മൾ മംഗ്ലീഷിന്റെ പുറകെ പോയപ്പോൾ നമ്മുടെ പ്രായമുള്ളവരെ നമ്മൾ വൃദ്ധസദനത്തിലോട്ട് അയക്കാൻ തുടങ്ങിയപ്പോൾ ആ സംസ്കാരത്തിൽ നിന്ന് മാറി നമ്മുടെ സനാതന ധർമ്മത്തിൽ നമ്മുടെ പൂർവികരായിട്ട് നമുക്ക് പകർന്നു തന്ന ആ സംസ്കാരത്തെ കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പ്രായമാകുന്ന അച്ഛനെ അമ്മയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെ ധർമ്മമാണ്, അല്ലെ? ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ജനിച്ചപ്പോൾ എന്നെ വളർത്തി വലുതാക്കിക്കൊണ്ടിരുന്ന കാലത്ത് ഞാൻ എന്റെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് ലോണാ വാങ്ങിച്ചത്. ഞാൻ ഈ കുഞ്ഞിനെ ഈ അച്ഛനും അമ്മയും വളർത്തുമ്പോൾ ഈ കുഞ്ഞിന് ലോണായിട്ട് കൊടുക്കുക, അല്ലെ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വലുതായി, എന്റെ അച്ഛനും അമ്മയും പ്രായമായി കഴിയുമ്പോൾ അവരെ സംരക്ഷിക്കുന്നതാണ് ഞാൻ എന്റെ ലോൺ അവർക്ക് തിരിച്ചു കൊടുക്കുക. ഈ ലോണൊക്കെ ഇവിടുന്നാ വന്നേ നമ്മുടെ ഈ സിസ്റ്റത്തിൽ നിന്നാണ് ഇംഗ്ലീഷുകാരൻ ലോണൊക്കെ ഉണ്ടാക്കി വെച്ചത്, മനസ്സിലായി? അപ്പൊ നമ്മൾ മേടിച്ച ലോണ് തിരിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇത് വീടുകളിലെ അമ്മയും അച്ഛനും പ്രായമുള്ളവരൊക്കെ നമ്മുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ നല്ല സഹനശക്തിയുള്ള, എപ്പോഴും കിടത്തി ഉറങ്ങാതെ അവരെ സമയത്ത് ഉണർത്തി അമ്മയുടെ കൂടെ നിർത്തി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് മുറ്റപടിക്കാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിപ്പിച്ച്, അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് അവരെ ബോധിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അപ്പോഴാണ് ഈ യൂസ് ആൻഡ് ത്രോ വരുന്നത്. വൃദ്ധസാധനങ്ങൾ എവിടെയാ കൂടുന്നത്? അപ്പോൾ ഇവിടെ പറയും. അപ്പൊ അതിനകത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഞാനപ്പോ അതിന്റെ ഒരു കവിത കേട്ടോ. അമ്മയെന്നുള്ള രണ്ടക്ഷരം നാവിൽ സത്യമാണെന്നോ നിനച്ചിടേണം. അമ്മയെന്നുള്ള രണ്ടക്ഷരം നാവിൽ സത്യമാണെന്നോ നിനച്ചിടേണം. അച്ഛൻ കാട്ടുമീ കപടമാം ഗൗരവം മിഥ്യയാണെന്നോ നിനച്ചിടേണം. അച്ഛനും അമ്മയും ഉള്ളൊരീ ലോകം സ്വർഗമാണെന്നോ നിനച്ചിടേണം. അച്ഛനും അമ്മയും ഉള്ളൊരീ ലോകം സ്വർഗമാണെന്നോ നിനച്ചിടേണം. അച്ഛനും അമ്മയ്ക്കും പകരമീ ഭൂമിയിൽ മറ്റൊന്നുമില്ലെന്നു ചൊല്ലിപ്പഠിക്കണം. മാതാപിതാക്കൾ നമ്മൾക്ക് സ്വന്തം, മുത്തുപോലവരെ
കാത്തുരക്ഷിക്കണം. ഇങ്ങനെ കാത്തുരക്ഷിക്കണം അച്ഛനെയും അമ്മയും മക്കളെ എങ്ങനെ കാത്തുരക്ഷിക്കണ്ടേ? മുത്തുപോലെ അല്ലെ? മുത്തുപോലെ എന്റെ അച്ഛനെയും അമ്മയും ഞാൻ കാത്തുരക്ഷിക്കണം. ഇതോരോ കുഞ്ഞിന്റെയും ചെറുപ്പം തൊട്ട് അവരെ പഠിപ്പിക്കണം. അത് നമ്മൾ ചെയ്തു കാണിക്കണം. എന്റെ വീട്ടില് ഞാൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന എന്റെ ഭാര്യ എന്റെ അമ്മയെ അച്ഛനെ നോക്കണം, വേണ്ടേ? അത് കണ്ടു വളരുന്ന പിള്ളേര് അവരുടെ അച്ഛനും അമ്മയും നോക്കും. അതിനൊക്കെ ഒത്തിരി കഥകളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ സംസ്കാരം കൊടുത്ത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവര് സംസ്കാര സമ്പന്നരായിട്ട് വരുമ്പോൾ അങ്ങനെയുള്ള വീടുകളില് വൃദ്ധസദനത്തിലോട്ട് കൊണ്ടാക്കത്തില്ല. അല്ലാതെ വളർത്തുന്നിടത്തോ എന്താകും? മക്കളെ അറിവിന്റെ അവർക്ക് നമുക്ക് അന്നം കൊടുക്കുന്നതിന്റെ കൂടെ അവരെ ഒന്നേ ഉള്ളെങ്കിലും ഒലക്കൊക്കെ അടിച്ച് വളർത്തണമെന്നാ പണ്ടുള്ളവരൊക്കെ പറയുന്നത് അല്ലെ? ഇപ്പോഴെവിടെ ഒലക്ക പോയിട്ട് ഒരു ഈർക്കലി എടുക്കാൻ പറ്റത്തില്ല. അതിന് മുമ്പ് പറയുമല്ലോ, ഏറ്റവും കൂടുതൽ ആത്മഹത്യ പറയുന്നുണ്ട് കേരളത്തിലെ ലിസ്റ്റായി പറയുന്നത്. കേരളത്തില് 100 ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 95 പേര് ഹിന്ദുക്കളാണ്, 4 പേര് ക്രിസ്ത്യാനികളാണ്, ഒറ്റയാളാണ് ഞാൻ പറയുന്നില്ല ആരാ. മനസ്സിലായി? എന്തുകൊണ്ട്? അവർക്ക് അതിന്റെ അവയർനെസ് നന്നായി കൊടുക്കുന്നുണ്ട്, നമുക്കത് കൊടുക്കുന്നില്ല. നമ്മുടെ വീട്ടിലെ കുഞ്ഞിനെ സദ്യക്ക് ഇരുന്ന് രാമ എന്ന് പറയാൻ അന്ധകാരത്തെ നീക്കൂ അല്ലെ? ആ രാമമന്ത്രം വീട്ടിൽ ഇരുന്ന് മക്കളെ സദ്യക്ക് ചൊല്ലി പഠിപ്പിച്ചാൽ, ഇങ്ങനെയുള്ള നമ്മുടെ സംസ്കാരങ്ങൾ പഠിപ്പിച്ചാൽ അവര് നല്ല കുട്ടികളായിട്ട് നല്ല വിദ്യ ഇപ്പോഴുള്ള കുട്ടികൾക്ക് സന്ധ്യക്ക് വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ലളിത സഹസ്രനാമ സ്തോത്രം 1008 മന്ത്രമാണ്. എനിക്കിത്രയും പറയാനില്ലേ? വിഷ്ണു സഹസ്രനാമ എന്ന് ചൊല്ലിയുണ്ട്. എനിക്കിപ്പോ എന്തെങ്കിലും കേട്ടവളെ ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ അനിയനും എന്റെ പെങ്ങളും ഒക്കെ പോയി, എടാ നീ പഠിക്കുന്ന കാലത്ത് വല്ലതും പഠിച്ചിരുന്നെങ്കിൽ വല്ലോ ഇങ്ങനെ ഒന്നും നടക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് ചൊല്ലാൻ കഴിയുമ്പോ എനിക്ക് ബുദ്ധി ഉറങ്ങി. നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിലിരുത്തി ചൊല്ലി പഠിപ്പിക്കണം വിഷ്ണു സഹസ്രനാമം. വിഷ്ണു സഹസ്രനാമം പറഞ്ഞാൽ മഹാഭാരതത്തിലുള്ളതാണ്. മഹാഭാരതത്തിലെ ഭീഷ്മ പർവ്വത്തിലെ ഭഗവത്ഗീതയ്ക്കകത്ത് എല്ലാം ഉണ്ട്. ഭീഷ്മര് ധർമ്മപുത്രർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് 1008. അതായത് ഭീഷ്മര് ഉത്തരായണം കാത്തു കിടക്കുമ്പോൾ ഭഗവാന്റെ വിശ്വരൂപം കണ്ടിട്ട് ആ മരണത്തിലോട്ട് സ്വച്ഛന്ത മൃത്യു വരം വാങ്ങിയ ഭീഷ്മർക്ക് മൃത്യുവിലോട്ട് പോകുന്നതിന് മുമ്പ് ആ ഭഗവാന്റെ ആ വിശ്വരൂപം കണ്ടിട്ട് ധ്യാനിക്കുന്നതാണ് ആ ശരശയ്യയിൽ കിടന്നിട്ട്. അതാണ് 1008 വിഷ്ണു മന്ത്രം. അപ്പോഴും പാർവതി ദേവി അവിടെ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ 1/2 മണിക്കൂർ വേണം. എന്നും ചൊല്ലുന്നു. ഇപ്പൊ ഞങ്ങൾ രാവിലെ ചൊല്ലിയില്ല, ഞങ്ങൾ എന്നും ചൊല്ലുന്നുണ്ട്. ഞങ്ങൾ ഇച്ചിരി സ്പീഡ് ചെല്ലും. പക്ഷെ സ്പീഡ് കേൾക്കാത്തവർക്ക് ആദ്യമുള്ളവർക്ക് 1/2 മണിക്കൂർ. അപ്പൊ പാർവതി ദേവി ചോദിക്കുക പരമശിവനോട്. നമ്മുടെ എല്ലാ പുരാണങ്ങളിലും പാർവതി ദേവി പരമശിവനോട് ചോദിക്കുക, ഭഗവാനെ അതെന്താ ഇങ്ങനെ, ഇതെന്താ? അപ്പോഴാണ് ഇതിന്റെ ആൻസർ ആണ് ഇതെല്ലാം. ക്വസ്റ്റ്യൻ ടു ആൻസർ ആണ് ഇവിടെ. അപ്പൊ ചോദിക്കുക പാർവതി ദേവി, ഭഗവാനെ ഈ കലികാലത്തിലെ മനുഷ്യർക്ക് ഇത്ര സമയം എവിടുന്ന് കിട്ടാനാ? ഈ 1/2 മണിക്കൂറൊക്കെ നമുക്ക് 1/2 മണിക്കൂറുണ്ടോ? ഇപ്പൊ ഇവിടെ വന്നാൽ തന്നെ ആഹാരം കഴിച്ചോണ്ട് നമുക്ക് അടുത്ത ഓടണം. ഓടിപ്പൊടി ചുമ്മാ ഇരിക്കാനാ, ഒന്നും ചെയ്യാനല്ല, പക്ഷെ പോണം അല്ലെ? അപ്പം എല്ലാവർക്കും ധൃതിയ, അത് കലി വൈഭവം. അപ്പൊ അതുകൊണ്ട് ഈ 1/2 മണിക്കൂറൊന്നും ആർക്കും ഒന്നും പറയാൻ സമയം കിട്ടത്തില്ല ഭഗവാനെ. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന അമ്മമാരുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ്, ഞങ്ങൾ ചൊല്ലിപ്പോ ലാസ്റ്റ് ചൊല്ലിയായിരുന്നു, അതിന്റെ ഏറ്റവും ലാസ്റ്റില് ഒരു ലൈനുണ്ട്, ശ്രീരാമ രാമ രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം ശ്രീരാമനാമ വരാൻ. അതായത് ശ്രീരാമ എന്ന മന്ത്രം 3 പ്രാവശ്യം ചൊല്ലിയാൽ 1008 വിഷ്ണു മന്ത്രം ചൊല്ലുന്നതിന് തുല്യമാണ് എന്ന് ആരോട് പറഞ്ഞു? പാർവതി ദേവിയോട് പരമശിവൻ പറഞ്ഞു കൊടുത്തു. കാരണം എല്ലാം ചുമ്മാ പറയാൻ പറ്റത്തില്ല, കാരണം വേണം എല്ലാത്തിനും. അപ്പൊ അതിന് കാരണം പറഞ്ഞു കൊടുത്തു. പഴയ കാലത്ത് നമ്മുടെ സനാതന വിശ്വാസികളുണ്ടല്ലോ, ഇപ്പൊ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞാൽ ഒരേ പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ ഒരേ പരബ്രഹ്മത്തിന്റെ 3 ഭാവങ്ങളാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. ആ 3 ഭാവങ്ങളെ നമ്മൾ ത്രിമൂർത്തി എന്ന് വിളിക്കുന്നു. ആ ത്രിമൂർത്തിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന ആ ഭഗവാൻ. ആ ഭഗവാനെ അതും ഇംഗ്ലീഷുകാരൻ കോപ്പി അടിച്ചുകൊണ്ട് പോയി. സൃഷ്ടി കേട്ടോ
സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് നമ്മൾ പറഞ്ഞതിനെ അവർ കോപ്പി ഇട്ടു. സൃഷ്ടി ബ്രഹ്മാവ്, സ്ഥിതി വിഷ്ണു, സംഹാരം അല്ലേ? സൃഷ്ടിക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് എന്തുവാ? ജനറേറ്റീവ്. ജി ഓപ്പറേറ്റർ, എല്ലാം പരിപാലിക്കുന്ന ആരാ? അതിനെ നമ്മുടെ ഓപ്പറേറ്റർ എന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മുടെ സ്ഥിതിയെ അവര് ഓപ്പറേറ്റർ ആക്കി ഓയാക്കി എടുത്തു. അവസാനം ഇതിനെ സംഹരിക്കുന്ന ശിവനെ ഡിസ്ട്രക്ട് ചെയ്യുന്നത് ആരാ? സംഹരിക്കുന്ന ആരാ? ഇംഗ്ലീഷിൽ സംഹരിക്കുന്നത് എന്താ പറയുന്നത്? ഡിസ്ട്രക്ഷൻ. ആ ഡിസ്ട്രക്ട് ചെയ്തു. അപ്പം ഈ ത്രിമൂർത്തി, നമ്മുടെ ത്രിമൂർത്തി സങ്കല്പത്തിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് ഗോഡെന്ന് തുടങ്ങി. നമ്മളിപ്പോ നമ്മള് ദൈവമേ ഭഗവാനെ വിളിക്കത്തില്ല, നമ്മൾ ഗോഡെന്നെ വിളിക്കും അല്ലെ? അതാണ് നമ്മൾ അവരുടെ എടുത്തത് നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മുടെ സനാതനികളുണ്ടല്ലോ വഴക്കായി. ആരാ ഭഗവാൻ? കൃഷ്ണനാണോ ഭഗവാൻ? ശിവനാണോ ഭഗവാൻ? വിഷ്ണു ആണോ ഭഗവാൻ? ശിവനോ? അപ്പൊ ബ്രഹ്മാവിന് പൂജയില്ല. അപ്പൊ ഇവർ രണ്ടുപേരിലും അവർക്കല്ല, അവരൊന്നാണ്. വഴക്കാരായിരുന്നു, നമ്മൾ തന്നില്ല. അപ്പൊ ഈ നമ്മൾ തങ്ങൾ വഴക്കിട്ടപ്പോ എന്ത് കുറെ പേര് ശൈവരായി, ശിവഭക്തരായി, കുറെ പേര് വിഷ്ണു ഭക്തരും. അപ്പൊ ഈ ശൈവ ഭക്തര് ചൊല്ലുന്ന മന്ത്രവേദ, പഞ്ചാക്ഷരി മന്ത്രവേദ. പഞ്ചാക്ഷരി ഓ എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചം ആദ്യം ഉണ്ടായപ്പോൾ ആദ്യം ഉണ്ടായ നാദം ഓംകാരം. അത് കഴിഞ്ഞ് പഞ്ചാക്ഷരി മണ്ഡം നമഃശിവായ. പഞ്ചാക്ഷരി ഈ നമഃശിവായയുടെ അതൊരു മന്ത്രമാണല്ലോ. ആ മന്ത്രത്തിന്റെ ബീജമന്ത്രത്തിന്റെ ബീജാക്ഷരം. നമ്മളൊരു അക്ഷരം പറയുന്ന വാക്ക് പറഞ്ഞാല്, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു അക്ഷരം മാറ്റി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറും. മറന്നില്ല. ഈ നമഃശിവായ അതിന്റെ മാറ്റി എന്തോ വായിക്കും? ശിവായ അല്ലേ? വിഷ്ണു ഭക്തരൊക്കെ എന്ത് ചെയ്യും? അവര് വിളിക്കുന്ന മന്ത്രം ഏതാ? നാരായണായ അല്ലേ? നാരായണായ. ഈ നാരായണായ എന്നുള്ള ബീജമന്ത്രത്തിന്റെ ബീജാക്ഷരം ഏതാ? അല്ലേ? അപ്പൊ ഈ നാരായണ മന്ത്രത്തിന്റെ ബീജാക്ഷരമായ രായ എടുത്തു മാറ്റി. അത് കഴിഞ്ഞ് ശൈവരുടെ നമഃശിവായ ബീജാക്ഷരമായ മായ എടുത്തു മാറ്റി. അപ്പൊ നമഃശിവായുടെ മാ മാറ്റി കഴിഞ്ഞ് എങ്ങനെ വായിക്കും? ശിവായ. മായില്ലെങ്കിൽ പോയി അല്ലെ? അതേകൊണ്ട് ഇവിടെ രായും മാറ്റി, അവിടെ മായും മാറ്റി. അപ്പൊ എന്തായി? രാമ അല്ലെ? അപ്പൊ ഈ ഇവിടെ ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രന് പേരിട്ട് രാമ. രാമൻ എന്ന് പറഞ്ഞാൽ നീ വിഷ്ണുവുമാണ്, നീ ശിവനുമാണ്. അതാണ് രാമ. അപ്പൊ ആ രാമ എന്നുള്ള മന്ത്രം 3 പ്രാവശ്യം ജപിച്ചാൽ 1008 വിഷ്ണു മന്ത്രം ചൊല്ലുന്നതിന് തുല്യം. അതുകൊണ്ട് എന്നും ചൊല്ലരുതെന്നല്ല പറഞ്ഞു, എന്നും ചൊല്ലണം. എന്നെങ്കിലും ഒരു ദിവസം ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ശ്രീരാമ രാമ രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം ശ്രീരാമനാമവരാനനേ അല്ലേ? ഇത്രയും. അപ്പം സമയമായി, ശ്രദ്ധിക്കണം. എനിക്ക് പറയാനൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷേ ഉണ്ടല്ല എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഒത്തിരി നേരം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവർ പറയുന്നത് നീ ഇവിടുന്ന് വന്നോ ഇത്ര നേരം ഇരുന്ന് ചോദിച്ചു കത്തി അല്ലേ അല്ലെ എന്ന് പറയും അല്ലേ? കേൾക്കാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞു, പക്ഷെ അവർക്ക് പാരായണം തുടങ്ങണം. ഇനി എപ്പോഴേലും എവിടെയെങ്കിലും അവസരം കിട്ടുമ്പോൾ ഇതുകൊണ്ട് കിട്ടുന്നിടത്തൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അപ്പം ഞാൻ എന്റെ എളിയ അറിവിലുള്ള, എന്റെ പ്രൊഫഷണല്ല, ഞാനും ഉല്ലാസമൊക്കെ ഒന്നിച്ച് ആർമിയിൽ ട്രെയിനിങ് ചെയ്തതാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ സർവീസിൽ തന്നെ ഇരിക്കുന്നു. ഉല്ലാസ് അവിടുന്ന് വന്ന് പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ആരും വന്ന വഴി ഇന്ന് വരെ മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, പണ്ട് അപ്പുറമുള്ള വീടില്ല, ആ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. ഉല്ലാസിന്റെ ഇളയ പെങ്ങളുടെ കല്യാണം ഒരു ദിവസം ഞങ്ങൾ വന്ന് താമസിച്ചു. ഞങ്ങളൊക്കെ അത്രയും കൂട്ടായിരുന്നു, ഒരേ പ്ലേറ്റിൽ ഞങ്ങൾ കഴിച്ച ആൾക്കാർ. അതാണ് ഞങ്ങളുടെ ബന്ധം. അപ്പൊ എന്നെ ഇതൊക്കെ പറഞ്ഞു, ഇത് അപ്പൊ ഞാൻ തമ്മില്ല. അപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു ഇത് വിട്ട് നമ്മുടെ പരിപാടി വരണമെന്ന്. അങ്ങനെ ഞാൻ ഇന്നലെ വൈകിട്ട് അവിടുന്ന് വന്നു. അപ്പൊ ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം. പിന്നെ ഇവിടെ ഇരിക്കുന്ന കൂടുതലും എല്ലാം ഞങ്ങളുടെ ഒന്നിച്ച് സർവീസ് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം കാണാൻ ഇത് എനിക്കൊരു വേദിയായി അവസരം കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ പ്രഭാഷണം, എൻ്റെ ചെറിയ പ്രഭാഷണം അമ്മയുടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവരും ചൊല്ലിയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ.
നാമം ഉണ്ടല്ലോ, നമ്മൾ ഈ മക്കൾക്കൊക്കെ പഴയ കാലത്ത് പേരിടുമ്പോ എന്താ പേരിടുന്നേ അറിയോ? ഭഗവാന്റെ പേരാ നാരായണൻ. ഈ ഭാഗവതത്തിൽ അജാമളൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം നിർത്താൻ പോയി പിന്നെ തോന്നി. അജാമളൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അതിനകത്ത് അജാമളൻ തന്റെ മകന് നാരായണന് പേരിട്ടു. എന്നിട്ട് അവസാനം ഉണ്ടല്ലോ ഈ നാരായണനെ ഭഗവാനെ വിളിച്ചല്ല, നാരായണോ എന്ന് വിളിച്ചതാണ്. മഹാഭാവിയായി നാരായണോ എന്ന് വിളിച്ചപ്പോ നേരെ ഉടനോടെ സ്വർഗത്തിൽ പോയി. അതുകൊണ്ട് നമ്മൾ ഈ മന്ത്രങ്ങൾ എത്രയോ ചൊല്ലുന്നു. ക്ഷേത്രങ്ങളിലൂടെ പറയാം, ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോ നമ്മള് പറയില്ല, ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുതിട്ട് നമ്മൾ ഇറങ്ങുമ്പോ ആ ഇറങ്ങുമ്പോഴത്തേക്ക് ആ ആലിന്റെ ചുവട്ടിൽ എവിടെങ്കിലും ഇരുന്നിട്ട് ഒരു മന്ത്രം. അപ്പൊ ഇന്ന് നമ്മുടെ എല്ലാവർക്കും അറിയത്തില്ല, അനായാസേന മരണം. അപ്പൊ അവിടെ പോയിട്ട് തൊഴുതിട്ട് ഇറങ്ങാൻ നേരം ആ ആലിന്റെ ചുവട്ടിലോ എവിടെങ്കിലും ക്ഷേത്ര പരിസരത്ത് ആ ചൈതന്യ പോസിറ്റീവ് എനർജിയുള്ള അവിടെ ഇരുന്നിട്ട് നമ്മൾ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. അനായാസേന മരണം ന ദൈന്യേന ജീവനം മരണാന്തേ തവ ദർശനം ദേഹിനേ പരമേശ്വരം. ഒന്ന് എല്ലാരും ചൊല്ലിക്കും. എപ്പോഴും അത് ഓർത്ത് വെച്ചിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വരുമ്പോ ഈ മന്ത്രം ചൊല്ലണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമേ? ഇത് നമുക്ക് ഭയങ്കര പുണ്യം. അത് പറയുന്നതിന്റെ അർത്ഥം ഞാൻ പറയാം. അനായാസേന മരണം, അനായാസേന മരണം ന ദൈന്യേന ജീവനം ദേഹാന്തേ പരമേശ്വരം മരണാന്തേ തവ ദർശനം ദേഹിമേ പരമേശ്വരം. ഇങ്ങനെ പറയാം. അതായത് ഭഗവാനെ ഇപ്പൊ നമ്മളാരും ഇപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ നാളെ അത് ചെയ്യാമെന്ന് നമുക്ക് ആർക്കും ഗ്യാരണ്ടി ഇല്ല. ഈ പരീക്ഷത്തിനകത്ത് 7 ദിവസം പരീക്ഷത്തിന് ഗ്യാരണ്ടി കൺഫേം ചെയ്ത് കൊടുത്താ 7 ദിവസം. നമുക്ക് 7 ദിവസമൊന്നുമല്ല, നമുക്ക് 7ന്റെ ഗുണിതങ്ങളാണ്. അതിൽ ഏതെങ്കിലും ഒരു ഗുണിതത്തിൽ നമ്മളും പോകും എങ്ങോട്ടാ? പരീക്ഷിതാവും അല്ലെ? അപ്പൊ നമുക്ക് ആർക്കും ഒരു നോ ഗ്യാരണ്ടി അല്ലെ? അപ്പം നമ്മൾ ഈ ഭഗവാനെ തൊഴുതിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ പ്രാർത്ഥിക്കേണ്ട എന്താ അറിയോ? ഈ വയസ്സായി നമ്മുടെ ലാസ്റ്റ് സമയമൊക്കെ വരുമല്ലോ, ആ സമയം ആകുമ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ ചെയ്തു വെക്കുന്ന ഒരു ഡിപ്പോസിറ്റ് എന്നും ഭഗവാനെ കണ്ടിട്ട് ഭഗവാനോട് പറയും, ഭഗവാനെ അനായാസേന മരണം. അനായാസേന മരണം, ഭഗവാനെ എനിക്ക് വേദനയില്ലാത്ത ഒരു മരണം തരയണമേ. ആക്സിഡന്റ് മരിക്കുന്നുണ്ട്, അതായത് താപത്രയങ്ങൾ പ്രകൃതിയുടെ ഇതുകൊണ്ട് അല്ലെ? അവിടെ ആലപ്പുഴയിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ? അതൊക്കെ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് താപത്രയങ്ങളാണ്. 3 തരം ദുഃഖങ്ങളാണ്. ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. ഇങ്ങനെയുള്ള 3 തരം ദുഃഖങ്ങളിൽ നിന്നും എന്നെ ത്രാണനം ചെയ്യിക്കണമേ ഭഗവാനെ. അപ്പൊ ആ താപത്രയങ്ങളിൽ നിന്നും എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? അനായാസേനം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഒരു വേദനയില്ലാതെയുള്ള ഒരു മരണം എനിക്ക് തരയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് എന്താ? ദൈന്യേന ജീവനം. അതിന്റെ അർത്ഥം അതാണ് ഏറ്റവും പ്രധാനം. ഭഗവാനെ എന്നെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അതെന്താ പറയുന്നത് അറിയാം? ഇപ്പം നമ്മളൊരു കിടക്കുന്ന സ്റ്റേജിൽ കിടക്കുന്നു കഴിയുമ്പോൾ ഒരാൾക്ക് ഇപ്പൊ നമുക്ക് തന്നെ എണ്ണീറ്റ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റുന്നതും അത് പറ്റാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ എന്നെ പ്രസവിച്ച എന്റെ അമ്മയാണ്, ആ അമ്മയെ മക്കൾ നോക്കും. പക്ഷെ ആ അമ്മ നേരത്തെ പ്രാർത്ഥിച്ച് ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കും, ഭഗവാനെ എന്നെ കൊണ്ട് ഒരു ദുഃഖം പോലും എന്റെ കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കരുത്. അതാണ് അനായാസേന ദൈന്യേന ജീവൻ. ഒരു ദുഃഖവും ആർക്കും കൊടുക്കാതെ ആയിരിക്കണമേ ഞാൻ പിന്നെ അവസാന സമയത്ത് എന്റെ മൃത്യു അടുക്കുന്ന സമയത്ത് ഭഗവാനെ അങ്ങയുടെ ദർശനം എനിക്ക് കിട്ടണം അല്ലെ? അപ്പോൾ ഈ ഭാഗവതം പറയുന്നുണ്ട്, ഈ അവസാന സമയത്തൊക്കെ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് അടുത്ത നമ്മുടെ ജന്മം. ഇതിനകത്ത് പറയുന്നത് ഒരു ഭരത രാജാവ്, ഈ ഭാരതത്തിന്റെ പേര് വന്ന ഭരത രാജാവിന്റെ കഥ ഇതിനകത്ത് പറയുന്നത്. അവസാനം ഈ ഭരത രാജാവ് മാൻകുട്ടി 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 എന്ന് പറഞ്ഞു പോയി. അവസാനം ഈ ഭരത രാജാവ് മാനായിട്ട് പോയി. ഇതൊക്കെ നമുക്ക് പറഞ്ഞ് ഇതിന് നടന്നോ അല്ലയോ അതെന്തോ, പക്ഷെ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരുമോ? അവസാന സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നെക്സ്റ്റ്. മനസ്സിലായി? അതുകൊണ്ട് ആ അവസാന സമയത്ത് ആ ഭഗവാനെ നാരായണ അങ്ങയുടെ ദർശനം എനിക്ക് കിട്ടിയാൽ എന്റെ ഈ ജീവാത്മാവ് ആ പരമാത്മാവില് ഇതാണ് എന്റെ. ഇത് ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചോ ലയിച്ചില്ല, നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. അതായത് ഭഗവാൻ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തു, അർജുന നീ കർമ്മഫലം ഇച്ഛിക്കാതെ നീ കർമ്മം ചെയ്തുകൊണ്ടേ നിനക്ക് തരാനുള്ള പ്രതിഫലം ഭഗവാൻ തരും. നീ എനിക്ക് ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോ എന്താ എനിക്ക് അത് കിട്ടണേ ഭഗവാനെ എന്ന് പറഞ്ഞല്ലേ പൂജ ചെയ്യുന്നത് അല്ലേ? ഷുഗർ കൂടുതലുള്ള ഒരു അമ്മയ്ക്ക് പോയിട്ട് ഒരു കുടം പായസത്തിന് റെസീപ്റ്റ് എഴുതിയിട്ട് ആ പായസം മേടിക്കണം കുടിക്കും, ഷുഗർ കുറയും. അതായത് നമ്മള് ഒന്നും എനിക്ക് അഹൈതുകി ഭാഗവതം അഹൈതുകി ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും പ്രതീക്ഷയില്ലാതെ വേണം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാൻ. അപ്പൊ ഞാൻ സമർപ്പിക്കുകയാണ് കേട്ടോ. ഓം കരചരണ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേ തക്ഷമസ്വ ശിവ ശിവ കരുണാദേ ശ്രീമഹാ ദേവശംഭോ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എന്റെ റെക്കോർഡായിക്കൊണ്ടിരിക്കുക.